വെൽക്കം ബാക്ക് ടു ദ ന്യൂ ക്ലാസ് ഓഫ് ക്വാണ്ടിറ്റി സർവീസ് സെക്കൻഡ്. ഞാൻ നിങ്ങളുടെ റൈസറാണ്. ഇന്ന് നമ്മുടെ പുതിയൊരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് ഓഫ് എ പിയർ ഓഫ് എ ബ്രിഡ്ജ്. ഒരു ബ്രിഡ്ജിന്റെ പിയർ അല്ലെങ്കിൽ ഒരു കൾവേർട്ടിന്റെ പിയറിന്റെ എസ്റ്റിമേഷൻ എങ്ങനെയാണ് കാണുക എന്നുള്ളതാണ്. പിയർ എന്ന് പറഞ്ഞുള്ള വാക്ക് നിങ്ങൾക്ക് താരതമ്യേന പുതിയതായിട്ട് കേൾക്കുന്നതായിരിക്കും. പിയർ എന്ന് പറഞ്ഞാൽ തൂണാണ്. പാലങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന അതിൻ്റെ ഇൻ്റർമീഡിയറ്റ് സപ്പോർട്ടായിട്ട് കൊടുക്കുന്ന ആ തൂണിനെയാണ് നമ്മൾ എന്ത് പറയാം, പിയർ. ഇപ്പോൾ പിയർ ഓഫ് എ ബ്രിഡ്ജ് അല്ലെങ്കിൽ പിയർ ഓഫ് എ കൾവേർട്ട്, ഈ രണ്ട് രീതിയിലും ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇപ്പോൾ കൾവേർട്ടും ബ്രിഡ്ജും തമ്മിലുള്ള വ്യത്യാസം നമുക്കറിയാലോ. തൂണുകൾക്കിടയിലുള്ള അകലം 6 മീറ്ററിൽ കുറവാണെങ്കിൽ അതിനെ കൾവേർട്ട് എന്നും, അത് 6 മീറ്റർ കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ബ്രിഡ്ജ് എന്നുമാണ് വിളിക്കുക. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള ആ സപ്പോർട്ടിനെ, ആ തൂണിനെ വിളിക്കുന്ന പേരാണ് എന്ത്, പിയർ. ഈ പിയർ പല രീതിയിൽ നിർമ്മിക്കാറുണ്ട്. ഏറ്റവും പുതിയതായി നമ്മുടെ നാട്ടിൽ കോൺക്രീറ്റിലൊക്കെയാണ് പിയർ നിർമ്മിക്കാറ്. അപ്പോൾ ഇത് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു പഴയ രീതിയിലുള്ള ബ്രിക്ക് വർക്ക് കൊണ്ട് നിർമ്മിക്കുന്ന പിയറിൻ്റെ എസ്റ്റിമേഷൻ എങ്ങനെ നടത്താമെന്ന് നോക്കാം. അപ്പോൾ I shall read the question. Estimate the quantities of different items of a pier of an arched culvert up to springing level for 7.5 meter roadway for the given plan and sectional drawings. തന്നിട്ടുള്ള പ്ലാൻ സെക്ഷൻ ഡ്രോയിങ്സിൽ 7.5 മീറ്റർ റോഡ്വേ കിട്ടുന്ന രീതിയിൽ ഒരു പാലം, ആർച്ച്ഡ് കൾവേർട്ട് നിർമ്മിക്കുന്നുണ്ട്. അതിൻ്റെ സ്പ്രിങ്ങിങ് ലെവൽ വരെയുള്ള എല്ലാ ക്വാണ്ടിറ്റിൻ്റെയും എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യുക. അപ്പം മൊത്തം നമ്മുടെ പാരപ്പറ്റും ആ ലെവലിലേക്ക് വേണ്ട, റോഡിൻ്റെ ലെവലിലേക്ക് വേണ്ട, അപ് ടു ദ സ്പ്രിങ്ങിങ് ലെവൽ മാത്രം മതി എന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. ഇതാണ് തന്നിട്ടുള്ള ഡ്രോയിങ്. അപ്പോൾ ഇതിൽ ഒരു പ്ലാൻ വ്യൂ ഉണ്ട്, ഒരു സെക്ഷൻ ഉണ്ട്, ഇത് വേറൊരു സെക്ഷണൽ എലിവേഷൻ ഉണ്ട്. അപ്പോൾ രണ്ടും രണ്ട് വ്യൂ ആണ്. ഇത് മനസ്സിലാവുന്നുണ്ടാവും ഈ തൂണ് നോക്കിക്കഴിഞ്ഞാൽ. ഇത് നമ്മൾ വലിയൊരു പാലത്തിൻ്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ള ഒരു തൂണിൻ്റെ വ്യൂ ആണ്. ഇതതിൻ്റെ പ്ലാനാണ്. ഇത് പാലത്തിൻ്റെ അടിയിൽ തൂണുകൾക്കിടയിൽ ഇറങ്ങിയിട്ട് നിന്ന് കഴിഞ്ഞാൽ കാണുന്ന വ്യൂ ആണ്. നമ്മൾ ആളുകൾ ചിലപ്പോൾ മീൻ പിടിക്കാനൊക്കെ നിൽക്കുന്നത് കാണുന്നത് ഈ സ്റ്റെപ്പിലായിരിക്കും. അപ്പോൾ ഈ വ്യൂ ആണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാ ക്വസ്റ്റ്യനിലും ചെയ്യുന്ന പോലെ വി ഹാവ് ടു ഡ്രോ ദീസ് ഫിഗേഴ്സ്. നിങ്ങളുടെ നോട്ട്ബുക്കിലോട്ട് ഈ ഫിഗറിനെ ഡ്രോ ചെയ്യണം. അപ്പോൾ അതിനു വേണ്ടി ഞാൻ ഈ ഫിഗർ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് വലുതാക്കി കാണിച്ചു തരാം. സെക്ഷണൽ എലിവേഷൻ നോക്കൂ. അപ്പോൾ ഒരു ഫൗണ്ടേഷൻ ഉണ്ട്, 45 സെൻറ്റിമീറ്റർ ആണ് അതിൻ്റെ ഹൈറ്റ് കാണിച്ചിട്ടുള്ളത്. അതിൻ്റെ മുകളിൽ 3 ഫുട്ടിംഗ് സ്റ്റെപ്പുകളുണ്ട്, ഓരോന്നിൻ്റെയും ഉയരം 30 സെൻറ്റിമീറ്റർ ആണ്. അതിനുശേഷം തൂണിൻ്റെ ചുമരുണ്ട്, 3.6 മീറ്റർ ആണ് അതിൻ്റെ ടോട്ടൽ ഉയരം. അവിടെയാണ് അതിൻ്റെ സ്പ്രിങ്ങിങ് ലെവൽ എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സ്പ്രിങ്ങിങ് ലെവൽ വരെയുള്ള എന്താണ് ചെയ്യേണ്ടത്, ക്വാണ്ടിറ്റിയാണ് എസ്റ്റിമേറ്റ് ചെയ്യേണ്ടത്. ഇവിടെ ഒരു കോൺക്രീറ്റ് പീസ് കാണിക്കുന്നുണ്ട്, ഇവിടെ ഒരു കോൺക്രീറ്റ് പീസ് കാണിക്കുന്നുണ്ട്. ഇത്രയും മാത്രമേ നമുക്കിതിൽ ക്വാണ്ടിറ്റി കാണാനുള്ളൂ. കമ്പാരിറ്റീവ്ലി കുറഞ്ഞ ക്വാണ്ടിറ്റി മാത്രമേ ഈ പിയറിൽ കാണാനുള്ളൂ. അതായത് വെറും 5 ക്വാണ്ടിറ്റി കാണുന്നതോടുകൂടി എസ്റ്റിമേഷൻ കംപ്ലീറ്റ് ആവും. പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിൻ്റെ മേലെ വരുന്ന സ്ലാബിൻ്റെ ക്വാണ്ടിറ്റീസ് അങ്ങനെ ഒന്നും ഇതിൽ പ്രത്യേകിച്ച് കാണാനില്ല. അപ്പോൾ ഈ ഭാഗം നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ല. അതിന് താഴ്ഭാഗമുള്ള അപ് ടു ദ സ്പ്രിങ്ങിങ് ലെവൽ മാത്രമേ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ പ്ലാൻ വ്യൂ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫൗണ്ടേഷൻ്റെ പ്ലാൻ വ്യൂ. പ്ലാൻ വ്യൂവിൻ്റെ ഫൗണ്ടേഷൻ്റെ വീതി 220 സെൻറ്റിമീറ്റർ ആണ്. ഇവിടെ അതിൻ്റെ വീതി 160 സെൻറ്റിമീറ്റർ ആണ്. അതായത് ഒരു 60 സെൻറ്റിമീറ്റർ കുറവ്. ഇവിടെ ഒരു 30ൻ്റെ കുറവും ഇവിടെ ഒരു 30ൻ്റെ കുറവുണ്ട്. ഇവിടെ ഇങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നത് 55 സെൻറ്റിമീറ്റർ ആണ്. അതായത് നമ്മുടെ പ്ലാനിൽ കൃത്യമായിട്ട് ഒരു ഭാഗം കൂർത്ത് നിൽക്കുന്ന, ഷാർപ്പായി നിൽക്കുകയും ഒരു ഭാഗം കേർവ്ഡ് ആയിട്ടും നിൽക്കുന്നതായിട്ട് കൃത്യമായി കാണിച്ചിട്ടുണ്ട്. അത് എന്തിനാണെന്ന് ഞാൻ പറയാം. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ഈ ഫിഗറിൻ്റെ ഡയമെൻഷൻസ് ഒന്ന് ചെക്ക് ചെയ്യാം. 160 സെൻറ്റിമീറ്റർ ആണ് ഇവിടുത്തെ വീതി, ഇവിടെ 220 ആണ്. ഈ ഷാർപ്പായിട്ടുള്ള ഭാഗം വരെ വെറുതെ വിശാലമായിട്ട് ഫൗണ്ടേഷൻ കൊടുക്കേണ്ടതില്ലല്ലോ എന്നതുകൊണ്ട് ഇവിടെ നമ്മൾ ഇച്ചിരി ലാഭിച്ചു, ഒരു ചെറിയൊരു കഷ്ണം ഒഴിവാക്കി. അത്രയും കോൺക്രീറ്റിൻ്റെ വർക്കും അത്രയും എക്സ്കവേഷൻ്റെ വർക്കും നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും.
പിന്നെ ടോട്ടലി ഫൗണ്ടേഷൻ്റെ ഇവിടെ നീളം കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു 1 മീറ്റർ ഉണ്ട്, ഇവിടെ ഒരു 8.3 മീറ്റർ കൊടുത്തിട്ടുണ്ട്, ഇവിടെ വീണ്ടും ഒരു 1.1 മീറ്റർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പ്രധാനപ്പെട്ട ഡയമെൻഷൻസ് ഉള്ളത്. 1.1, 8.3, 1, 0.55, 1.6, it is 1.6, 2.2 മീറ്റർ. ഇത്രയും ഡയമെൻഷൻസ് ആണ്. പിന്നെ ഇതിൻ്റെ അകത്തുള്ള ഡയമെൻഷൻസ് ഇവിടെ പ്രത്യേകം വേറെ തന്നെ കാണിച്ചിട്ടുണ്ട്. 220 വീതിയുള്ള ഈ ഫൗണ്ടേഷൻ്റെ മുകളിൽ 180 വീതിയുള്ള ഫസ്റ്റ് ഫൂട്ടിംഗ്, 170 വീതിയുള്ള സെക്കൻഡ് ഫൂട്ടിംഗ്, 160 വീതിയുള്ള തേർഡ് ഫൂട്ടിംഗ്. അതിൻ്റെ മുകളിൽ ഈ മുകളിലോട്ട് വരുന്ന പിയർ മുകളിലോട്ട് വരുന്നതിനനുസരിച്ച് വീതി കുറഞ്ഞു വരുന്നുണ്ട്. താഴെ ഈ പിയറിൻ്റെ വീതി 150 സെൻറ്റിമീറ്റർ ആണ്. മുകളിലോട്ട് പോകുന്നതിനനുസരിച്ച് അത് വീതി കുറഞ്ഞു വന്നിട്ട് ഇവിടെ ഒരു 90 സെൻറ്റിമീറ്റർ ആയിട്ട് ചുരുങ്ങിയിട്ടുണ്ട്. അപ്പോൾ മൊത്തം എത്ര ചുരുങ്ങി? 60 സെൻറ്റിമീറ്ററോളം ചുരുങ്ങി. അപ്പോൾ ഇത് ഗ്രാജ്വലി ഇതിൻ്റെ ക്രോസ് സെക്ഷൻ കുറഞ്ഞാണ് മുകളിലോട്ട് പോകുന്നത്. സോ വി ഹാവ് ടു ഫൈൻഡ് ഇറ്റ്സ് വോളിയം. അതിൻ്റെ വോളിയം നമ്മൾ കണ്ടെത്താനുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഗ്രാജ്വലി വോളിയം ചേഞ്ച് ചെയ്യുന്ന അല്ലെങ്കിൽ ക്രോസ് സെക്ഷൻ ഏരിയ ചേഞ്ച് ചെയ്യുന്ന ഒരു സ്ട്രക്ചറിൻ്റെ വോളിയം കാണുക എന്നൊക്കെ നമ്മൾ ഇന്ന് പഠിക്കാൻ പോവാണ്. അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് കൊടുത്തിട്ടുണ്ട് 360 മീറ്റർ. ഈ സ്പ്രിങ്ങിങ് ലെവലിന് മുകളിൽ ഇവിടെ ഒരു ട്രപ്പിസോയിഡ് പാർട്ടും കൂടി ഉണ്ട്. ഈ ട്രപ്പിസോയിഡ് പാർട്ട് ഫിഗറിൽ കൃത്യമല്ല, കാണിക്കുന്നില്ല. അപ്പോൾ അതുകൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നത്തെ എസ്റ്റിമേഷൻ പാർട്ട് കംപ്ലീറ്റ് ആവുകയാണ്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ പോയിന്റ്. ഇതിൻ്റെ 3D ഫിഗറിലോട്ട് പോവാം നമുക്ക്. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾ ഈ മൊത്തം ഡ്രോയിങ്സ് വീഡിയോ പോസ് ചെയ്ത് വരച്ചെടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഡയമെൻഷൻസിൽ സംശയം ഉണ്ടെങ്കിൽ പ്രോബ്ലം മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഓരോ ചെറിയ പാർട്ടിൻ്റെ ഡയമെൻഷൻസ് എത്രയാണെന്ന് ക്ലിയർ ആവും. ഇതാണ് എന്ത് നമ്മളിപ്പോൾ കണ്ട പ്ലാനിൻ്റെയും എലിവേഷൻ്റെയും എല്ലാം ഒരു 3D പിക്ചർ. അപ്പോൾ നമ്മൾ ആ പിക്ചറിൻ്റെ പ്ലാനിൽ ഒരു കാര്യം ശ്രദ്ധിച്ചിരുന്നോ? ഒരു അറ്റം ഷാർപ്പും ഒരു അറ്റം കേർവ്ഡുമാണ് അല്ലേ? അപ്പോൾ ഇവിടെ ഈ കർവ്ഡ് എൻഡ് കാണിച്ചിട്ടുണ്ട്. ഇപ്പുറത്താണ് ആ ഷാർപ്പ് എൻഡ് ഉള്ളത്. ഈ ഷാർപ്പ് എൻഡ് ഉള്ളതിനെ വിളിക്കുന്ന ഈ എൻഡിന് പറയുന്ന പേരാണ് കട്ട് വാട്ടർ എൻഡ്. കട്ട് വാട്ടർ എൻഡ്. ഇതിനെ ഈസ് വാട്ടർ എൻഡ് എന്ന് പറയും. ഈസ് എന്ന് പറഞ്ഞാൽ എന്താ? എളുപ്പമാക്കുക. കട്ട് എന്ന് പറഞ്ഞാൽ മുറിച്ചെടുക്കുക. അപ്പോൾ വെള്ളത്തിൻ്റെ ഡയറക്ഷൻ എപ്പോഴും ഇവിടുന്ന് ഇങ്ങോട്ടായിരിക്കും. എങ്ങനെ? ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ടായിരിക്കും. അങ്ങനെയാണ് നമ്മൾ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഈ പിയറിനെ അലൈൻ ചെയ്യുക. അപ്പോൾ ഈ ഷാർപ്പ് എൻഡ് കൊടുക്കുന്നത് എന്തിനാണ്? ഇവിടുന്ന് വരുന്ന വെള്ളം നല്ല വേഗതയിൽ നല്ല ഒരു പൊട്ടൻഷ്യൽ എനർജിയിൽ ഒരു വരുന്ന വെള്ളത്തിനെ ഡയറക്റ്റ് ഈ തൂണിലോട്ട്, ഇത് കറക്റ്റ് വെർട്ടിക്കൽ ഫേസ് ആയിരുന്നെങ്കിൽ എന്ത് സംഭവിക്കും? ഈ തൂണിൻ്റെ ഈ പിയറിൻ്റെ പുറത്ത് ഭയങ്കരമായ ഒരു ഫോഴ്സ് അത് എക്സേർട്ട് ചെയ്യും. ഇവിടെ ഞാനിങ്ങനെ ഷാർപ്പായിട്ടുള്ളൊരു എഡ്ജ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുക? ഒഴുകി വരുന്ന വെള്ളത്തിന് ഈ ഷാർപ്പ് എഡ്ജ് ഇരുവശങ്ങളിലോട്ടും കട്ട് ചെയ്യും. ആ കട്ട് ചെയ്യുമ്പോൾ അത് ഇങ്ങോട്ട് ഡൈവേർട്ടായിട്ട് തെന്നി അങ്ങോട്ട് പൊക്കോളും. അപ്പോൾ ആ വെള്ളം എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് പിയറിലോട്ട് തീരെ വരില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു ഷാർപ്പ് എഡ്ജ് ഇവിടെ കൊടുക്കുന്നത്. ആൻഡ് ഇവിടെ ഈ ഈസ് വാട്ടർ എൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ഡൈവേർട്ട് ആയിട്ട് ഇങ്ങനെ ഒലിച്ചു വരുന്ന വെള്ളത്തിനെ വീണ്ടും ഇവിടുന്ന് കൺവേർട്ട് ചെയ്യണം. കാരണം ഇവിടുന്ന് അത് ഒഴുകി ഒരുമിച്ച് ചേർന്ന് പോകാനുള്ളതാണ്. അപ്പം ഇവിടെ പല രീതിയിലുള്ള ഒരു ടെർബുലൻ്റ് ആക്ഷൻ ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. അത് സ്മൂത്തൻ ചെയ്യാൻ വേണ്ടിയിട്ട്, വെള്ളത്തിനെ ഇരുവശങ്ങളിൽ നിന്നും സ്മൂത്തായിട്ട് പരസ്പരം കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പിയറിൽ കൊടുത്തുള്ള സ്ട്രക്ചറാണ് ഇത് ഈസ് വാട്ടർ എൻഡ്. അപ്പോൾ എപ്പോഴും വെള്ളത്തിൻ്റെ ഫ്ലോയെ ഫേസ് ചെയ്യുന്ന ഭാഗം ഏതാണ്? കട്ട് വാട്ടർ എൻഡ് ആണ്, വിച്ച് ഹാസ് ഗോട്ട് എ ഷാർപ്പ് സ്ട്രക്ചർ. ആൻഡ് വെള്ളത്തിൻ്റെ ഫ്ലോനെ കണ്ടിന്യൂസ് ആയിട്ട് മെർജ് ചെയ്യാൻ സഹായിക്കുന്നത് ഏതാണ്? ഈസ് വാട്ടർ എൻഡ് ആണ്. അപ്പോൾ അത് കർവ്ഡ് ആയിരിക്കും. അതുകൊണ്ടാണ് പിയറിൻ്റെ ഒരറ്റം ഷാർപ്പും ഒരറ്റം കർവ്ഡുമാക്കാനുള്ള കാരണം. ഈ സൈഡിൽ നിന്നുള്ള വ്യൂ കൃത്യമായിട്ട് ആ ഷാർപ്പ് എഡ്ജിനെ മനസ്സിലാക്കി തരുന്നുണ്ട്. അപ്പോൾ ഇതൊരു ട്രയാങ്കുലാർ സ്ട്രക്ചറാണ് അല്ലേ? അപ്പോൾ വെള്ളം ഇങ്ങനെ വരും, വെള്ളം ഇങ്ങനെ വന്നിട്ട് ഇവിടുന്ന് ഇതിങ്ങനെ സ്പ്ലിറ്റ് ആയിട്ട് ഇരുവശങ്ങളിലോട്ടും പോകും. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ആ ഫിഗർ കാണിച്ച സമയത്ത് ഞാൻ പറയാൻ വിട്ടുപോയത്, ബെഡ് ലെവൽ ഇവിടെയാണ്. അതായത് ഫൗണ്ടേഷൻ, ഫസ്റ്റ് ഫൂട്ടിംഗ്, സെക്കൻഡ് ഫൂട്ടിംഗ്, തേർഡ് ഫൂട്ടിംഗ്. ഈ തേർഡ് ഫൂട്ടിങ്ങിൻ്റെ മുകളിൽ വരെ ബെഡ് ലെവലാണ്. അതായത് മണ്ണ് ഇവിടം വരെയുണ്ട്. ഇതിൻ്റെ താഴെയൊക്കെ നമ്മൾ എക്സ്കവേറ്റ് ചെയ്തിട്ടാണ് കൺസ്ട്രക്ഷൻ നടത്തുന്നത്.
ഓക്കെ, അപ്പൊ ഇവിടുന്ന് മുകളിലോട്ട് മാത്രമേ നമ്മൾ പുറത്ത് കാണുള്ളൂ. ഇവിടം വരെ എന്താണ്, ബെഡ് ലെവലാണ്. അപ്പൊ അതിന്റെ മുകളിലാണ് നമ്മൾ ഈ പിയർ കാണുള്ളൂ. ഫൗണ്ടേഷൻ നമുക്ക് അവിടെ കാണാൻ സാധിക്കില്ല. അതായത് ഫിസിക്കലി നമുക്ക് അതിന്റെ പാർട്ട് പുറത്ത് കാണാൻ സാധിക്കില്ല, അത് മണ്ണിന് താഴെ ആയിരിക്കും. അപ്പോൾ ആ ബെഡ് ലെവൽ എവിടെയാണ് മാർക്ക് ചെയ്തിട്ടുള്ളതെന്ന് ഞാൻ ആ ഫിഗറിൽ കാണിച്ചു തരാൻ മറന്നു. നിങ്ങൾ ആ വരച്ച ഫിഗറിൽ അത് ഒന്ന് ഉറപ്പ് വരുത്തുക. അപ്പോൾ ഇവിടെ ഈ ഒരു ലൈൻ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട, അത് ഞാൻ ഡ്രോ ചെയ്തപ്പോൾ വന്ന ഒരു അഡീഷണൽ സാധനമാണ്, ഞാനത് റിമൂവ് ചെയ്യാൻ വിട്ടുപോയതാണ്. ഇപ്പം ഈ ഒരു ലൈൻ ഇല്ല, ഇതിവിടെ ഒരു ട്രയാങ്കിൾ പോർഷൻ ആണ്, ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ പോർഷൻ ആണ് അവിടെ വരുന്നത്. ഫസ്റ്റ് ക്വാണ്ടിറ്റി നമ്മൾ ചെയ്യാൻ പോവാണ്. ഐറ്റം നമ്പർ 1, എർത്ത് വർക്ക് എക്സ്കവേഷൻ ഇൻ ദ ഫൗണ്ടേഷൻ. അപ്പോൾ ഈ വർക്കിന് വേണ്ടിയിട്ടുള്ള എർത്ത് വർക്ക് എക്സ്കവേഷൻ ആണ് കാണാൻ പോകുന്നത്. അപ്പോൾ അതിൽ നമ്മൾ സാധാരണ പോലത്തെ നമ്മൾ എന്ത് വേണം, ടേബിൾ വേണം, ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യാനുള്ള. അപ്പോൾ എർത്ത് വർക്ക് എക്സ്കവേഷൻ ചെയ്യാനുള്ള ടോട്ടൽ ഭാഗത്തിന് ഞാൻ രണ്ടായിട്ട് മുറിക്കുകയാണ്, പിയർ പാർട്ടും കട്ട് വാട്ടർ എൻഡ് പാർട്ടും. നമ്മൾ ആ ഫൗണ്ടേഷൻ്റെ പ്ലാൻ വരച്ച സമയത്ത് മുകളിൽ ഒരു ചെറിയ കഷ്ണം 55 സെൻറ്റിമീറ്റർ തള്ളി 160 സെൻറ്റിമീറ്റർ വീതിയുള്ള ഒരു ചെറിയ കഷ്ണം പീസ് കണ്ടിരുന്നു അല്ലേ? ആ കഷ്ണം പീസിനെയാണ് ഇവിടെ പിയർ എൻഡ് ആയിട്ട്, കട്ട് വാട്ടർ എൻഡ് ആയിട്ട് കാണിക്കുന്നത്. ബാക്കി വരുന്ന ആ ഒരു റെക്ടാങ്കുലർ പോർഷനെ പിയർ ആയിട്ടും കാണിക്കുന്നത്. എക്സാക്ട്ലി പിയറും കട്ട് വാട്ടറും അല്ല, പക്ഷെ കട്ട് വാട്ടർ എൻഡിന്റെ ടിപ്പ് നിൽക്കുന്ന ഭാഗമായതുകൊണ്ട് അതിനെ കട്ട് വാട്ടർ എൻഡ് എന്ന് കാണിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ആൻഡ് വി ആർ ഗോയിങ് ടു ടു ദ സം ടു ഗെറ്റ് ദ ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് എർത്ത് വർക്ക്. എങ്ങനെയാണെന്ന് നോക്കാം. ഇതാണ് നമ്മുടെ ഫിഗർ. ഈ ഫിഗറിൽ ബെഡ് ലെവൽ എവിടെയാണെന്നാണ് ഞാൻ പറഞ്ഞത്, ദാ ഈ ഒരു തേർഡ് ഫൂട്ടിങ്ങിന്റെ മുകളിൽ വരെ ബെഡ് ലെവലാണ്. അപ്പൊ ഇവിടെ ഓരോ ഫൂട്ടിങ്ങിന്റെയും ഉയരം 30 സെന്റിമീറ്റർ ആണ്. അതിൽ നിന്നും 5 സെന്റിമീറ്റർ ഉള്ളോട്ട് തള്ളിയിട്ടാണ് അത് നിൽക്കുന്നത്. ഓരോ ഫൂട്ടിങ്ങും 30 സെന്റിമീറ്റർ ആണ് ഹൈറ്റ്. ഏറ്റവും താഴെയുള്ള ഫൗണ്ടേഷന്റെ ഹൈറ്റ് 45 സെന്റിമീറ്റർ ആണ്. അപ്പോൾ നമുക്ക് ഇവിടെയാണ് മണ്ണിന്റെ ലെവലെങ്കിൽ താഴെ വരെ നമ്മൾ എക്സ്കവേറ്റ് ചെയ്യുമ്പം അതിന്റെ ഉയരം എത്ര വരും? 30 + 30 + 30 എത്രയാ? 90 ആൻഡ് 45 135 ടോട്ടൽ 135 സെന്റിമീറ്റർ, അതായത് 1 മീറ്ററും 35 സെന്റിമീറ്ററും താഴ്ചയിൽ നമ്മളത് കുഴിക്കേണ്ടിയിരിക്കുന്നു. ആൻഡ് നീളം ഇവിടെ നിന്ന് ഇവിടം വരെ ഒരു കഷ്ണം, ഒരു റെക്ടാങ്കുലർ പീസ്, അതിനെയാണ് നമ്മൾ പിയർ എന്നുള്ള ഭാഗത്തിൽ ഉൾപ്പെടുത്തുന്നത്. ഈ ഒരു ചെറിയ കഷ്ണത്തിനെ നമ്മൾ കട്ട് വാട്ടർ എൻഡിന് വേണ്ടിയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഇവിടെ രണ്ട് രീതിയിൽ, രണ്ട് സ്റ്റെപ്പായിട്ടാണ് നമ്മൾ കാൽക്കുലേഷൻ കൊണ്ടുപോകുന്നതെന്ന് മാത്രം. ഡയമെൻഷൻസ് നമുക്ക് നോക്കാം. ടോട്ടൽ ലെങ്ത് ടു ബി എക്സ്കവേറ്റഡ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ പീസ് മാത്രം നോക്കാം. ആ പീസിന്റെ ലെങ്ത് 1.1 + 8.3 + 1 മീറ്റർ. അപ്പോൾ ടോട്ടൽ എത്ര വരും? ടോട്ടൽ ലെങ്ത് ടു ബി എക്സ്കവേറ്റഡ് 10.4 വരും. 1 + 8.3 + 1.1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 10.4 മീറ്റർ. അതിന്റെ വീതി 220 സെന്റിമീറ്റർ, അതായത് 2.2 മീറ്റർ. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു റെക്ടാങ്കുലർ പീസിന്റെ നീളം വീതി കിട്ടി. അതിന്റെ ഉയരം 0.4, നമുക്ക് എക്സ്കവേഷന്റെ ഉയരം നമ്മൾ എത്ര പറഞ്ഞ്? 1.35. ഓക്കെ. അപ്പോൾ അതേപോലെ ഇവിടുത്തെ ഈ ഒരു ചെറിയ പീസിനെ കട്ട് വാട്ടർ ആയിട്ടാണ് കാണിക്കുന്നത്. ആ കട്ട് വാട്ടറിന്റെ നീളം എത്രയാണ്? 0.55 ആണ്. അതിന്റെ വീതി 1.6 മീറ്റർ ആണ്. അതിന്റെ ഉയരം നേരത്തെ കാണിച്ച പോലെ 45 സെന്റിമീറ്റർ + 30 + 30 + 30, അതായത് 1.35. ഇത്രയും ഡെപ്തിൽ നമുക്ക് എക്സ്കവേറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമുക്കതിന്റെ ക്വാണ്ടിറ്റി എഴുതാം. പിയർ ഒന്നേ ഉള്ളൂ, ഒറ്റ കഷ്ണം ചെയ്യാൻ 10.4 മീറ്റർ നീളവും 2.2 മീറ്റർ വീതിയും 1.35 ഹൈറ്റും കൊടുത്തു കഴിഞ്ഞാൽ ടോട്ടൽ ക്വാണ്ടിറ്റി 30.88 കിട്ടും. കട്ട് വാട്ടർ എൻഡ് ഒന്നേ ഉള്ളൂ, ആ ചെറിയ കഷ്ണത്തിന്റെ നീളം 0.55, അതിന്റെ ബ്രെഡ്ത്ത് 1.6, അതിന്റെ ഹൈറ്റ് 13.5. അപ്പോൾ അതിന്റെ ടോട്ടൽ ക്വാണ്ടിറ്റി കിട്ടും. ആൻഡ് ഇത് രണ്ടിനും കൂടെ വേണ്ടിയിട്ട് നമ്മൾ ടോട്ടൽ എർത്ത് വർക്ക് എക്സ്കവേഷൻ ചെയ്യുന്നത് 32.07 m³ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വാണ്ടിറ്റി ആയിട്ടുള്ള എർത്ത് വർക്ക് എക്സ്കവേഷൻ കംപ്ലീറ്റ് ചെയ്തു. ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വാണ്ടിറ്റി. ദാറ്റ് ഈസ് സിമെന്റ് കോൺക്രീറ്റ് 1:4:8 ഇൻ ദ ഫൗണ്ടേഷൻ. 1:4:8 എന്ന അനുപാതത്തിൽ കോൺക്രീറ്റ് വെച്ച് ഫൗണ്ടേഷൻ നിർമ്മിക്കുന്നതിന്റെ തോതുകളും അളവുകളും അതിന്റെ എസ്റ്റിമേറ്റുകളൊക്കെയാണ് ഇനി പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അതും വളരെ എളുപ്പമാണ്, കാരണം നമ്മളിപ്പോൾ എക്സ്കവേഷൻ കണ്ട അതേ ഡയമെൻഷനിലാണ് അവിടെ കോൺക്രീറ്റ് ഫൗണ്ടേഷൻ നിർമ്മിക്കുന്നത്. അതിന്റെ ഉയരത്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ അല്ലേ?
അപ്പൊ ഇങ്ങനെയാണ് ആ ഒരു എടുത്ത കുഴിയിൽ നമ്മൾ ഇങ്ങനെ ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ അതിന്റെ നീളം വീതികളും നമുക്കറിയാം, ഉയരത്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. നേരത്തെ 1.35 ടോട്ടൽ എക്സ്കവേഷന്റെ ഉയരം കൊടുത്ത സ്ഥലത്ത് ഇവിടെ ഇതിന് വേണ്ട 45 സെന്റിമീറ്റർ മാത്രം ഉയരം കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? ടോട്ടൽ എമൗണ്ട് ഓഫ് കോൺക്രീറ്റ് റിക്വയർഡ് ഫോർ ദ കൺസ്ട്രക്ഷൻ ഓഫ് ഫൗണ്ടേഷൻ കിട്ടും അല്ലെ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ 10.4 ആണ് അതിന്റെ നീളം, വീതി 2.2 ആണ്, അതിന്റെ ഉയരം 0.45 45 സെന്റിമീറ്റർ ആണ്. ഈ പീസിൻ്റെതോ 55 സെന്റിമീറ്റർ നീളം, 160 സെന്റിമീറ്റർ വീതി, 45 സെന്റിമീറ്റർ ഉയരം. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ we will get the total quantity of concrete required for the foundation. ഈ പ്ലാനിൽ നിന്നും നമുക്കത് മനസ്സിലാക്കാവുന്നതാണ്. സോ 45 സെന്റിമീറ്റർ ആണ് ഉയരമെന്നും നീളവും വീതികളും നമുക്ക് ഈ പ്ലാൻ വ്യൂവിൽ നിന്നും കിട്ടും. ഓക്കെ, സോ ലെറ്റ്സ് റൈറ്റ് ദാറ്റ് എസ്റ്റിമേറ്റ്. സിമെന്റ് കോൺക്രീറ്റ് 1:4 in the foundation. അതിന്റെ പിയർ പാർട്ട് നേരത്തെ അതേപോലെ, ബട്ട് ഓൺലി ഡിഫറൻസ് ഈസ് ദ ഹൈറ്റ്. ആ ഹൈറ്റിൽ വരുന്ന ക്വാണ്ടിറ്റിയുടെ ഡിഫറൻസ് മാത്രം നോട്ട് ചെയ്താൽ മതി. ആൻഡ് ദ ക്വാണ്ടിറ്റി നമുക്ക് ടോട്ടൽ സം ചെയ്ത് കഴിയുമ്പോൾ 10.692 ഇത്രയും കിട്ടും. അടുത്ത ക്വാണ്ടിറ്റി നമുക്ക് കാണാനുള്ളത് ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് വർക്ക് ഇൻ 1:5 സിമെന്റ് മോർട്ടാർ ആണ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, കാരണം ഈ ക്വസ്റ്റ്യനിലെ മെജോറിറ്റി പാർട്ടും വരുന്നത് ബ്രിക്ക് വർക്ക് തന്നെയാണ്. അപ്പൊ ആ ബ്രിക്ക് വർക്കിൽ എന്തൊക്കെ വരുന്നത് എന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പിയർ വരുന്നുണ്ട്. പിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സെൻട്രൽ ആൻഡ് കോർ സെക്ടർ ആണ്. ഈ പിയർ ആണ് എന്ത് ചെയ്യുന്നത്? ടോട്ടൽ ലോഡിനെ ബെയർ ചെയ്യുന്നത്. അപ്പൊ അതിൽ നമ്മൾ കട്ട് വാട്ടർ എൻഡ് പറഞ്ഞു, ഈസ് വാട്ടർ എൻഡ് പറഞ്ഞു, ഒരു സർക്കുലർ പോർഷനും സെമി സർക്കുലർ പോർഷനും ഒരു ട്രയാങ്കുലർ പോർഷനും. ഈ ട്രയാങ്കുലർ പോർഷനും സെമി സർക്കുലർ പോർഷനും ലോഡ് ബെയർ ചെയ്യുന്നതിൽ യാതൊരു റോളും ഇല്ല. അത് വെറുതെ അങ്ങനെ ഒരു വളച്ചു കെട്ടി വെച്ചിട്ടുള്ള ഒരു സ്ട്രക്ചർ മാത്രമാണ്, വെള്ളത്തിനെ ഡൈവേർട്ട് ചെയ്യാനും വെള്ളത്തിനെ കൺവേർട്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്. അപ്പൊ അതിന് ലോഡിൽ യാതൊരു റോളും ഇല്ല. ലോഡിന് റോളുള്ള ഒരേ ഒരാൾ പിയർ ആണ്. ആ പിയറിനെ നമുക്ക് കൃത്യം ആ ഒരു സ്ട്രക്ചറിന്റെ നടുഭാഗമായിട്ട് കണക്കാക്കാം. ഈസ് വാട്ടർ എൻഡും ഉണ്ട്, കട്ട് വാട്ടർ എൻഡും ഉണ്ട്. അപ്പൊ ഈസ് വാട്ടർ എൻഡിലും ബ്രിക്ക് വർക്ക് വരുന്നുണ്ട്, കട്ട് വാട്ടർ എൻഡിലും ബ്രിക്ക് വർക്ക് വരുന്നുണ്ട്. നടുവിലുള്ള ലോഡ് ബെയറിംഗ് ആയിട്ടുള്ള മുകളിൽ നിന്നുള്ള പാലത്തിന്റെ ഭാരം മുഴുവൻ ചുമക്കുന്ന പിയറും ഉണ്ട്. അപ്പൊ ഈ 3 കഷ്ണമായിട്ട് നമുക്ക് അതിന്റെ ടോട്ടൽ ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് വർക്ക് ഇൻ 1:5 സിമെന്റ് മോർട്ടാർ കാണാം. അപ്പൊ ആദ്യത്തെ ഭാഗമായിട്ട് നമുക്ക് ഏത് കാണാം? പിയർ കാണാം. അതിന് മുന്നേ നമുക്ക് പിക്ചേഴ്സ് ഒന്ന് നോക്കാം. ഈ പിയറിൽ വരുന്ന ഭാഗങ്ങൾ ഫസ്റ്റ് ഫൂട്ടിംഗ് ഉണ്ട്, സെക്കൻഡ് ഫൂട്ടിംഗ് ഉണ്ട്, തേർഡ് ഫൂട്ടിംഗ് ഉണ്ട്, above footing up to springing level and above springing level a trapezium portion. ഈ trapezium portion എന്താണെന്ന് നോക്കാം. അപ്പൊ ഇതാണ് നമ്മളെ ഫിഗർ. അപ്പോൾ ആ വ്യൂ കൃത്യമായിരിക്കണം. എവിടേക്കാണ് വരുന്നത്? ഫൗണ്ടേഷൻ വരെയുള്ള നമ്മൾ കണ്ടു കഴിഞ്ഞു. ഫസ്റ്റ് ഫൂട്ടിംഗ്, സെക്കൻഡ് ഫൂട്ടിംഗ്, തേർഡ് ഫൂട്ടിംഗ്. ഈ കഷ്ണമാണ് പിയർ. ഓക്കെ, അപ്പൊ ഇത് കട്ട് വാട്ടർ എൻഡ് ആണ്, ട്രയാങ്കുലർ പോർഷൻ. ഇത് ഈസ് വാട്ടർ എൻഡ് ആണ്, സെമി സർക്കുലർ പോർഷൻ. അതിന്റെ നടുവിലുള്ള ഈ ഭാഗം അതാണ് എന്ത്? നമ്മുടെ പിയർ ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അപ്പൊ അതിൽ ഏതൊക്കെയുണ്ട്? ഫസ്റ്റ് ഫൂട്ടിംഗ് ഉണ്ട്, സെക്കൻഡ് ഫൂട്ടിംഗ് ഉണ്ട്, തേർഡ് ഫൂട്ടിംഗ് ഉണ്ട്, ഈ പിയർ പാർട്ടും ഉണ്ട്. പിന്നെ ഒരു ട്രപീസിയം പോർഷൻ പറഞ്ഞല്ലോ. ഇവിടെ നോക്കൂ, ഇവിടെ ഒരു ട്രപീസിയം കണ്ടോ? വീതി കുറവും വീതി കൂടുതലുള്ള ഒരു ട്രപീസിയം. അപ്പൊ ഈ ട്രപീസിയം കൊടുക്കുന്നത് എന്തിനാണ്? ഇവിടെ ഈ ആർച്ച് വന്ന് സ്ക്യൂ ബാക്ക് ചെയ്യുന്നത്, ആ ആർച്ചിന്റെ ലോഡ് കൊടുക്കുന്നത് ഇതാ ഇങ്ങനെ ഒരു ഇൻക്ലൈൻഡ് സർഫേസിലാണ്. അതിനെ നമ്മൾ സ്ക്യൂ ബാക്ക് എന്നാണ് പറയുക. നമ്മൾ CME ഒക്കെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഈ ആർച്ച് വന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ കൊടുക്കുന്ന ഈ ഒരു സ്ട്രക്ചറാണ് ഇവിടുത്തെ ട്രപീസിയം. അപ്പൊ അതും ചെയ്യുന്നത് ബ്രിക്ക് വർക്കിൽ തന്നെയാണ്. അപ്പൊ ഈ കഷ്ണത്തിന്റെ കൂടെ ക്വാണ്ടിറ്റി നമ്മൾ ഈ പിയറിൻ്റെത് കാണുമ്പോൾ കാണണം. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഇതിലുള്ളത്. ഒന്ന് താഴത്തെ ഫസ്റ്റ് ഫൂട്ടിംഗ്, സെക്കൻഡ് ഫൂട്ടിംഗ്, തേർഡ് ഫൂട്ടിംഗ്, പിയർ പാർട്ട് ആൻഡ് ദിസ് ട്രപീസിയം പാർട്ട്. ഈ ട്രപീസിയം പാർട്ടിന്റെ ഡയമെൻഷൻസ് ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് തരാത്തത് കൊണ്ട് അത് ശരിക്കും ആ ഫിഗറിൽ അതുണ്ട്. അപ്പോൾ പ്രിന്റ് ചെയ്ത് വന്ന സമയത്ത് നമുക്ക് വിസിബിൾ അല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിന്റെ വീതി ഇവിടെ 90 സെന്റിമീറ്റർ ആണ്, ഇവിടുത്തെ വീതി 50 സെന്റിമീറ്റർ ആണ്. അപ്പോൾ മുൻപോട്ട് പോകുമ്പോൾ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അത് കൺഫേം ചെയ്യാം. 90 സെന്റിമീറ്ററും 50 സെന്റിമീറ്ററുമാണ് അതിന്റെ വീതികൾ. മറ്റൊരു വ്യൂ കൂടെ നമുക്ക് ഇതിൽ നോക്കാം. അപ്പൊ ഈ ആർച്ച് വന്നിട്ട് റെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഇനി കൺഫ്യൂഷൻ വരാൻ പാടില്ല. ഇങ്ങനെ ഒരു ട്രപീസിയം ഉണ്ടാക്കിയിട്ട് അതിന്റെ ആ ഒരു ഇൻക്ലൈൻഡ് സർഫേസിൽ കൊണ്ടുവന്നിട്ടാണ്
ഈ ആർച്ച് റെസ്റ്റ് ചെയ്യുന്നത്. ആൻഡ് ഇവിടെ നമുക്കതിൻ്റെ കേർവ്ഡ് ആയിട്ടുള്ള ഈസ്റ്റ് വാട്ടർ എൻഡ് സർഫേസ് കാണാൻ സാധിക്കും. സോ നമുക്കതിൻ്റെ ഡയമെൻഷൻസ് എഴുതി നോക്കാം. ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് വർക്ക് ഇൻ സിമെന്റ് മോർട്ടാർ ആണ്. പിയർ പാർട്ടാണ് നമ്മൾ ഫസ്റ്റ് നോക്കുന്നത്. ആദ്യം ഫസ്റ്റ് ഫൂട്ടിംഗ്, പിന്നെ സെക്കൻഡ് ഫൂട്ടിംഗ്, പിന്നെ തേർഡ് ഫൂട്ടിംഗ്, പിന്നെ എബവ് ഫൂട്ടിംഗ് അപ് ടു ദ സ്പ്രിംഗിങ് ലെവൽ, പിന്നെ എബവ് സ്പ്രിംഗിങ് ലെവൽ, ദ ട്രപ്പീസിയം പോർഷൻ. ഇത്രയും കാര്യങ്ങൾ ക്വാണ്ടിറ്റി നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് ഫൂട്ടിംഗ്, സെക്കൻഡ് ഫൂട്ടിംഗ്, തേർഡ് ഫൂട്ടിംഗ് ഏതൊക്കെയാണെന്ന് മനസ്സിലായല്ലോ. കൺഫ്യൂഷൻ വരാൻ പാടില്ല. പിയർ പാർട്ട് മാത്രമാണ്. ഈ കഷ്ണവും നമ്മളിപ്പോൾ ഇതിൽ നോക്കുന്നില്ല. ഫസ്റ്റ് ഫൂട്ടിംഗ്, സെക്കൻഡ് ഫൂട്ടിംഗ്, തേർഡ് ഫൂട്ടിംഗ്. അപ്പോൾ ഇതിന്റെ ഡയമെൻഷൻസ് നമുക്ക് എങ്ങനെ കിട്ടും? അപ്പോൾ ഈ ഫസ്റ്റ് ഫൂട്ടിംഗ്, സെക്കൻഡ് ഫൂട്ടിംഗ്, തേർഡ് ഫൂട്ടിംഗ് ഈ മൂന്നിനും ഒരേ ലെങ്ത് ആണ്, ഒരേ നീളമാണ്. അത് 8.3 ആണ്. അത് നമുക്ക് എവിടെ നിന്ന് കിട്ടും? ഈ പ്ലാൻ വ്യൂ നോക്കൂ. ഇവിടെ ഒരു 8.3 മാർക്ക് ചെയ്ത് കണ്ടോ? അപ്പോൾ അത് ഇവിടെ ഒരു ലൈൻ ഇട്ടിട്ട്, ഡോട്ടഡ് ലൈൻ ഇട്ടിട്ട് അവിടെ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടം വരെ വന്നു കഴിഞ്ഞാൽ ഇതാ ആരോ മാർക്ക് എവിടം വരെ വരുന്നുണ്ട്, ഇതാ ഇവിടെ. ഈ കഷ്ണം മുതൽ ഈ കഷ്ണം വരെയുള്ള നീളമാണ് 8.3 മീറ്റർ. അതിനുശേഷം ഇവിടെ എന്താണ്? ഫുൾ സെമി സർക്കിൾസ് ആണ്, ഒരു സർക്കിളിന്റെ ഹാഫുകളാണ്. ഇപ്പുറത്ത് ഇക്വിലേറ്ററൽ ട്രയാങ്കിളുകളാണ്. ഇക്വിലേറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 ഡിഗ്രി ഇന്റേണൽ ആംഗിൾ ഉള്ള എല്ലാ സൈഡുകളും ഒരേ നീളമുള്ള ട്രയാങ്കിളുകളാണ് ഈ തലക്കുള്ളത്. അപ്പോൾ രണ്ട് തലക്കലും രണ്ട് പ്രത്യേക സ്ട്രക്ചറുകളും അതിന് നടുവിലാണ് നമ്മുടെ പിയർ പാർട്ട് ഉള്ളത്. ആ പിയർ പാർട്ടിന്റെ നീളം ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എന്ത്? 8.3 മീറ്റർ ആണ്. അപ്പോൾ ലെങ്ത് നമുക്ക് അവിടുന്ന് കിട്ടി. ഇനി ഇതിൽ നിന്ന് വീതിയും ഉയരവുമാണ് കിട്ടാനുള്ളത്. ഉയരം എളുപ്പമാണ്. കാരണം എന്താണ്? ഓരോന്നിന്റെ ഉയരം 0.3 വൺ ഫൂട്ടിംഗ് 1, 2, 3യുടെ ഉയരങ്ങൾ എത്രയാണ്? 30 സെന്റിമീറ്ററുകളാണ്. ഇവിടുത്തെ സെക്ഷണൽ എലിവേഷനിൽ നമുക്ക് ഈ സെക്ഷണൽ വ്യൂവിൽ നമുക്കത് കാണാൻ സാധിക്കും. 30 സെന്റിമീറ്റർ ആണ് അതിന്റെ ഉയരങ്ങൾ. ആൻഡ് അതിന്റെ വീതി ഇവിടെ കൊടുത്തിട്ടുണ്ട്. എത്ര? 180 സെന്റിമീറ്റർ, 170 സെന്റിമീറ്റർ, 160 സെന്റിമീറ്റർ. 3 ഫൂട്ടിങ്ങുകളുടെ വീതികൾ കൊടുത്തിട്ടുണ്ട്. 180, 170 ആൻഡ് 160 സെന്റിമീറ്റർ. അപ്പോൾ വീതി കിട്ടി, നീളം കിട്ടി, ഉയരം കിട്ടി. അപ്പോൾ നമുക്ക് എന്തൊക്കെ എഴുതാൻ പറ്റും? അതിൻ്റെ ക്വാണ്ടിറ്റീസ് എഴുതാൻ പറ്റും. ക്വാണ്ടിറ്റീസ് എഴുതുന്നതിന് മുമ്പ് നമുക്ക് അടുത്ത ഭാഗത്തോട്ട് പോവാം. പിയർ പാർട്ട് അല്ലേ? അപ്പോൾ ഈ പിയർ പാർട്ട് എന്ന് പറയുമ്പോൾ ഈ റെഡ് കളറിൽ ഞാനിവിടെ കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ താഴ്ഭാഗം വീതി കൂടുതലാണ്, മേൽഭാഗം വീതി കുറവാണ്. അപ്പോൾ നമുക്ക് ഏത് വീതി എടുക്കണം? ഇതിന്റെ നടുവിലത്തെ ആവറേജ് വീതി എടുത്ത് കാൽക്കുലേറ്റ് ചെയ്യാം. ലെങ്ത് എന്ന് പറയുമ്പോൾ സെയിം തന്നെയാണ്. ഏത്? താഴത്തെ ഫൂട്ടിങ്ങിന്റെ അതേ ലെങ്ത് തന്നെയാണ്. 8.3 മീറ്റർ ആണ് നീളം വരിക. ആൻഡ് അതിന്റെ ഉയരം എന്ന് പറയുന്നത് 3.6 മീറ്റർ ആണ്. അത് കൃത്യമായിട്ട് നമ്മുടെ ഡ്രോയിങ്ങിൽ കാണിച്ചിട്ടുണ്ട്. ആൻഡ് അതിന്റെ വീതി മാത്രമാണ് നമുക്കൊരു ഡൗട്ട് വരാൻ ചാൻസ് ഉള്ളൂ. സോ വീതി ഓൺ ദ ടോപ്പ് എത്രയാണ്? അത് ഏകദേശം 90 സെന്റിമീറ്റർ ആണ്. വീതി ഓൺ ദ ബോട്ടം 1.5 meter ആണ്. So what VD we have to take? We have to take the VD of center portion, average portion ന്റെ വീതി എടുക്കണം. And ആ വീതി ഇവിടെ കാണിച്ചിട്ടുണ്ട്. 150 സെന്റിമീറ്റർ at the bottom of the pier ആണ്, 90 സെന്റിമീറ്റർ at the top of the pier ആണ്. അവയുടെ ഹൈറ്റ് 3.6 മീറ്റർ ആണ്. ആൻഡ് നമുക്ക് ആവറേജ് വീതി എടുക്കുമ്പോൾ 150 പ്ലസ് 90 ഡിവൈഡ് ബൈ 2 ഇറ്റ് ഈസ് 120. അപ്പോൾ ഇതിന്റെ ഏകദേശം സെന്ററിൽ 1.2 മീറ്റർ ആണ് വീതി വരുന്നത്. സോ വി വിൽ ടേക്ക് ദ width as 1.2 meter and height we have got 3.6 meter. അപ്പോൾ നീളം കിട്ടി, വീതി കിട്ടി ആൻഡ് ഉയരം കിട്ടി. നീളം എത്രയായിരുന്നു? 8.3 മീറ്റർ. അപ്പോൾ നമുക്ക് പിയർ പാർട്ടിന്റെ ഡയമെൻഷൻസും കിട്ടി. ആൻഡ് നെക്സ്റ്റ് നമ്മൾ എഴുതുന്നത് ട്രപ്പീസിയം പോർഷൻ ആണ്. ഈ ട്രപ്പീസിയം പോർഷൻ എന്താണ്? നമ്മുടെ പാലത്തിന്റെ ആർച്ച് വന്ന് റെസ്റ്റ് ചെയ്യുന്ന ഇൻക്ലൈൻഡ് സർഫേസ് ഉള്ള ഈ ഒരു ഭാഗമാണ് എന്ത്? നമ്മുടെ ട്രപ്പീസിയം പോർഷൻ. അതല്ലെങ്കിൽ സ്പ്രിംഗിങ് ലൈനിന് മുകളിലുള്ള പോർഷൻ. സ്പ്രിംഗിങ് ലൈൻ ഏതാണെന്ന് മനസ്സിലായല്ലോ. ഈ 3.6 മീറ്ററിൽ വന്ന് എൻഡ് ചെയ്യുന്ന ആ ഒരു ലൈനാണ്. ആർച്ചിന്റെ അടിഭാഗത്തിന്റെ കൊടുക്കുന്ന ലൈനാണ് ശരിക്കും ഇത് സ്പ്രിംഗിങ് ലൈൻ. ഇത് ശരിക്കും ആർച്ച് തുടങ്ങിയതിന്റെ ഭാഗമാണ്. അപ്പോൾ ഈ ആർച്ച് തുടങ്ങുന്ന ഈ ഭാഗത്തില് ട്രപ്പീസിയം പോർഷന്റെ വീതി മുകളിൽ 50 സെന്റിമീറ്റർ ആണ്. താഴെ നമ്മുടെ ഈ പിയറിന്റെ അതേ വീതി തന്നെ 90 സെന്റിമീറ്റർ ആണ്. അപ്പോൾ 90 ഉണ്ട്, 50 ഉണ്ട്. നമ്മൾ ഏത് വീതി എടുക്കണം? വി വിൽ ടേക്ക് ദ ആവറേജ് വീതി. 90 പ്ലസ് 50 ഡിവൈഡഡ് ബൈ 2.
90 പ്ലസ് 50 ഡിവൈഡ് ബൈ 2 എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് 1.2 മീറ്റർ. സോറി 90 പ്ലസ് 50 ഡിവൈഡ് ബൈ 2. അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് അപ്പോൾ അതിന് ആവറേജ് വീതി നമുക്ക് ലഭിക്കും. ആൻഡ് അതിൻ്റെ ഉയരം കാണിക്കുന്നത് 40 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഇതൊന്നും കൃത്യമായിട്ട് ആ ഫിഗറിൽ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ആ ഡയമെൻഷൻസ് കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. മുകളിൽ ഇതിൻ്റെ ഡയമെൻഷൻ 50 സെൻറ്റിമീറ്റർ, ഇതിൻ്റെ താഴത്തെ ഡയമെൻഷൻ 90 സെൻറ്റിമീറ്റർ. സോ ആവറേജ് ഡയമെൻഷൻ 50 പ്ലസ് 90 എന്ന് പറയുമ്പോൾ 140 ഡിവൈഡ് ബൈ 2 എന്ന് പറയുമ്പോൾ 70 ആണ് അതിൻ്റെ ആവറേജ് വീതിയായിട്ട് എടുക്കുന്നത്. ആൻഡ് അതിൻ്റെ ഉയരം എടുക്കുന്നത് 40 സെൻറ്റിമീറ്റർ ആണ്. നമുക്ക് ഈ പ്ലാൻ വ്യൂ ഈ ഡ്രോയിങ്സിലും കൂടെ അതിൻ്റെ കാര്യങ്ങളൊന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെയാണ് ആ പോർഷൻ വരുന്നത്. ആ പോർഷൻ്റെ കറക്റ്റ് ബോട്ടം വിഡ്ത്ത് 90 സെൻറ്റിമീറ്റർ ആണെന്ന് കാണുന്നുണ്ട്, പക്ഷെ ടോപ്പ് വിഡ്ത്ത് കാണിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് പ്രത്യേകം നിങ്ങളുടെ ഡ്രോയിങ്ങിൽ ഈ ട്രപ്പീസിയം പോർഷൻ വരച്ചിട്ട് അതിൻ്റെ ഡയമെൻഷൻസ് മാർക്ക് ചെയ്യാം. So let's write the first portion. പിയറിന്റെ ഫസ്റ്റ് ഫൂട്ടിങ്ങിന്റെ നീളം, വീതി, ഉയരം, സെക്കൻഡ് ഫൂട്ടിങ്ങിന്റെ നീളം, വീതി, ഉയരം, തേർഡ് ഫൂട്ടിങ്ങിന്റെ നീളം, വീതി, ഉയരം. ഈ 1.8, 1.7, 1.6 എവിടുന്നാ കിട്ടിയെന്ന് മനസ്സിലായല്ലോ. ആ സെക്ഷൻ ഡ്രോയിങ്ങിൽ അതിന്റെ വീതികൾ കൊടുത്തിട്ടുണ്ട്. ആൻഡ് എബവ് ഫൂട്ടിങ് അപ് ടു ദ സ്പ്രിംഗിങ് ലെവൽ 8.3 തന്നെയാണ് നീളം. 1.2 ലഭിച്ചത് എവിടുന്നാന്ന് മനസ്സിലായല്ലോ. എവിടുന്നാണ്? ഏറ്റവും മുകളിൽ 90 സെൻറ്റിമീറ്ററും താഴെ 1.5 മീറ്ററും ആയിരുന്നു. അതിൻ്റെ ആവറേജ് എടുത്തതാണ് എന്ത്? 1.2 മീറ്റർ. അപ്പോൾ അതിൻ്റെ റിമാർക്സിൽ അത് പ്രത്യേകം കാണിക്കുക. എന്ത്? 1.2 ഈക്വൽ ടു കിട്ടിയത് 0.9 പ്ലസ് 1.5 ഡിവൈഡ് ബൈ 2 എന്നുള്ളതിൻ്റെ ആവറേജ് ആണ് കിട്ടിയത് എന്ന് റിമാർക്സിൽ അത് പ്രത്യേകം കാണിക്കുക. എബോവ് സ്പ്രിംഗ് ലെവൽ ട്രപ്പീസിയം പോർഷൻ, കൺഫ്യൂഷൻ ഉള്ളവർ ആ ട്രപ്പീസിയം പോർഷൻ ഒന്ന് റിമാർക്സിൽ വരച്ച് വെക്കുക. മുകളിൽ 50 സെൻറ്റിമീറ്ററും താഴെ 90 സെൻറ്റിമീറ്ററും വരച്ചിട്ട് അതിൻ്റെ ആവറേജ് വിഡ്ത്ത് 0.7 കിട്ടി എന്ന് ഈ റിമാർക്സിൽ ഒന്ന് കാണിക്കുക. കാരണം നമുക്കിത് പഠിച്ചു വരുന്ന സമയത്ത് എക്സാമിൻ്റെ മുമ്പ് ഇത് നോക്കുമ്പോൾ ഒരുപാട് കൺഫ്യൂഷൻസ് വരാൻ ചാൻസ് ഉണ്ട്. ഇത് പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യനിൽ കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യനും കൂടെയാണ്. അതുകൊണ്ട് നമുക്കിത് നെഗ്ലക്ട് ചെയ്യാൻ പറ്റൂല. സോ ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ടോപ്പിക്. ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ബ്രിക്ക് വർക്ക്, ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് വർക്കിനെ 3 കഷ്ണമായിട്ട് മുറിച്ചതിലെ പിയർ പാർട്ട് കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ അടുത്ത പാർട്ടിലോട്ട് പോവാണ്. ഇറ്റ് ഈസ് വാട്ടർ എൻഡ്. ഈസ് വാട്ടർ എൻഡ് ഏതായിരുന്നു? ആ സെമി സർക്കുലർ പോർഷൻ ഉള്ളതായിരുന്നു ഈസ് വാട്ടർ എൻഡ്. അപ്പോൾ അവിടെയുണ്ട് ഫസ്റ്റ് ഫൂട്ടിങ്, അവിടെയുണ്ട് സെക്കൻഡ് ഫൂട്ടിങ്, അവിടെയുണ്ട് തേർഡ് ഫൂട്ടിങ് ആൻഡ് എബവ് ഫൂട്ടിങ് അപ് ടു ദ സ്പ്രിംഗിങ് ലെവൽ. അതിൻ്റെ മുകളിലോട്ട് ട്രപ്പീസിയം പോർഷൻ്റെ മുകളിൽ ബ്ലാങ്ക് ആണ് അല്ലേ. അപ്പോൾ ട്രപ്പീസിയം പോർഷന് പാരലായിട്ട് ഈസ് വാട്ടർ എൻഡിൽ ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ട്രപ്പീസിയം പോർഷൻ ഇല്ല. അതുവരെയുള്ള ഫസ്റ്റ് ഫൂട്ടിങ്, സെക്കൻഡ് ഫൂട്ടിങ്, തേർഡ് ഫൂട്ടിങ് ആൻഡ് എബവ് ഫൂട്ടിങ് അപ് ടു ദ സ്പ്രിംഗിങ് ലെവൽ നമുക്ക് കാണാനുണ്ട്. ഫിഗറിൽ നോക്കൂ, താഴെ എന്തുണ്ട്? ഫസ്റ്റ് ഫൂട്ടിംഗ് ഉണ്ട്, സെക്കൻഡ് ഫൂട്ടിംഗ് ഉണ്ട്, തേർഡ് ഫൂട്ടിംഗ് ഉണ്ട്. ആൻഡ് ഇതിൻ്റെ മുകളിൽ ഇവിടെ പിയർ ആയിരുന്നു, അതിൻ്റെ പുറത്ത് ഈ ഈസ് വാട്ടറിൻ്റെ മുകളിലോട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീതികളും കൊടുത്തിട്ടുണ്ട്. 180 ആണ് ഏറ്റവും താഴെ ഡ്രോയിങ്ങിൽ കൊടുത്തിട്ടുള്ളത്. 170 ആണ് അതിൻ്റെ മുകളിൽ, 160 ആണ് അതിൻ്റെ മുകളിൽ, അതിൻ്റെ മുകളിൽ 150 ആണ് അല്ലേ വീതി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ സെമി സർക്കിളുകളാണ്. സെമി സർക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സർക്കിളിൻ്റെ ഹാഫ്. സർക്കിളിൻ്റെ ഏരിയ എത്രയാ? പൈ ആർ സ്ക്വയർ. അപ്പോൾ സെമി സർക്കിളിൻ്റെ ഏരിയ പൈ ആർ സ്ക്വയർ ബൈ 2 അല്ലേ. ഏരിയയുടെ പകുതി പൈ ആർ സ്ക്വയർ ബൈ 2. അപ്പം ഈ അടിയത്തെ സെമി സർക്കിളിൻ്റെ ഏരിയ എങ്ങനെ കാണാൻ പറ്റും നമുക്ക്? പൈ ഇൻറ്റു ഇവിടുത്തെ വീതി പറഞ്ഞത് 1.8 മീറ്റർ ആണ്. അപ്പോൾ ഇവിടുത്തെ റേഡിയസ് എന്തായിരിക്കും? 1.8ൻ്റെ പകുതി 0.9 മീറ്റർ. അപ്പോൾ പൈ ആർ സ്ക്വയർ എന്ന് പറയുമ്പോൾ പൈ ഇൻറ്റു 0.9 സ്ക്വയർ, അതിൻ്റെ പകുതി ഹാഫ് ഇൻറ്റു പൈ ഇൻറ്റു 0.9 സ്ക്വയർ. ഇതോ ഇത് 170 ആണ് ഇവിടുത്തെ വീതി. 180 വീതി ഉള്ളപ്പോൾ 90 എടുത്തു. അപ്പോൾ 170 വീതി എടുക്കുമ്പോൾ നമ്മൾ എത്ര വീതി ഇതെടുക്കണം? റേഡിയസ് 0.85. അപ്പോൾ പൈ ആർ സ്ക്വയറിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 1/2 ഇൻറ്റു പൈ ഇൻറ്റു 0.85 സ്ക്വയർ. ഇതോ ഇതേപോലെ ഏരിയ കാണുമ്പോൾ 1/2 ഇൻറ്റു പൈ ഇൻറ്റു 0.8 സ്ക്വയർ വരും. ഇത് 0.85 സ്ക്വയർ വരും, ഇത് 0.9 സ്ക്വയർ വരും. ഇതിൻ്റെ ഏരിയാസ് കാണുന്നത് എങ്ങനെയാണെന്നുള്ള കൺഫ്യൂഷൻ തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞത്. സോ ഇത് ഒരു വീതിയാണ്, ആ വീതിയുടെ പകുതിയാണ് അവിടുത്തെ റേഡിയസ്. നമ്മൾ പൈ ആർ സ്ക്വയർ കണ്ടു കഴിഞ്ഞാൽ ഇതൊരു ഫുൾ സർക്കിളിൻ്റെ റേഡിയസ് കിട്ടും, ഏരിയ കിട്ടും.
and we have only got a half of the circle, which is a semicircle. So when we find the area of a semicircle, we can only take half of the area of the full circle. So half into pi into r square ചെയ്തു കഴിഞ്ഞാൽ we will get the area of the semicircle. And above this നമുക്ക് എന്തും കൂടെ ഉണ്ട്, ഈ സോറി നമുക്ക് ഞാനിപ്പോൾ പറഞ്ഞ ഭാഗത്തിന്റെ ഉയരങ്ങൾ 30 30 30 ആണ്, നമുക്ക് ഓൾറെഡി അറിയാം. ആൻഡ് അതിന്റെ വീതികൾ 180 ഉണ്ട്, 170 ഉണ്ട്, 160 ഉണ്ട് ഈ സെമി സർക്കുലർ പോർഷന്റെ വീതി. ആൻഡ് വെൻ വി ടേക്ക് ദ റേഡിയസ് വി നീഡ് ടു ടേക്ക് ദ ഹാഫ് ഓഫ് ദ വിഡ്ത്ത് അല്ലേ, വീതിയുടെ പകുതിയാണ് എന്ത് വരിക, റേഡിയസ് വരിക. ആൻഡ് അതുവഴി വി വിൽ ബി ഏബിൾ ടു കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് ദ സെമി സർക്കുലർ പോർഷൻ. അപ്പോൾ വീതി അറിയാം, സോ റേഡിയസ് അറിയാം, സോ നമുക്ക് അതിന്റെ ഏരിയ അറിയാം. ആൻഡ് വി ഓൾസോ നോ ദ ഹൈറ്റ് ഓഫ് ദ ഈച്ച് ഫൂട്ടിംഗ്. ദിസ് വി ഗെറ്റ് ദ ക്വാണ്ടിറ്റി ഓഫ് ബ്രിക്ക് വർക്ക് റിക്വയർഡ് ഫോർ ദ സെമി സർക്കുലർ പോർഷൻ. ആൻഡ് ഓൾസോ we have to find up to the springing level വരെയുള്ള ഈസ്റ്റ് വാട്ടർ എൻഡിന്റെ ഉയരം കൂടെ കാണണം. അപ്പോൾ ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഏരിയ കാണുമ്പോൾ ഒരു ആവറേജ് എടുക്കേണ്ട അവസ്ഥ വരും അല്ലേ. ആവറേജ് എങ്ങനെ എടുക്കേണ്ടി വരും, ഇവിടുത്തെ ഡയമീറ്റർ 0.9 മീറ്റർ ആണ്, വീതി 0.9 മീറ്റർ ആണ്, ഇവിടുത്തെ ഡയമീറ്റർ 1.5 മീറ്റർ ആണ്. അപ്പൊ ഇതിന്റെ നടുവിൽ ഒരു ഡയമീറ്റർ ഉണ്ടെങ്കിൽ അത് അതിന്റെ ആവറേജ് ആയിരിക്കും. ദാറ്റ് ഈസ് മേലെ 0.9 ആണ്, താഴെ 1.5 ആണ്. അപ്പൊ ഇതിന്റെ ആവറേജ് എന്ന് പറയുമ്പോൾ 1.2 മീറ്റർ ആണ്. 1.2 മീറ്റർ മിഡിൽ ഡയമീറ്റർ വരുന്നുണ്ടെങ്കിൽ അവിടെ ഒരു മിഡിൽ സെക്ഷൻ നമ്മൾ അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ആ മിഡിൽ സെക്ഷന്റെ ഏരിയ എന്താണോ അതാണ് ഈ ടോട്ടൽ സെക്ഷന്റെ ഏരിയ എന്ന് നമ്മൾ അസ്യൂം ചെയ്തിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഇവിടുത്തെ വീതി 90 സെന്റിമീറ്റർ, ഇവിടുത്തെ വീതി 150 സെന്റിമീറ്റർ. ആൻഡ് ഇൻ ദ മിഡ് പോർഷൻ ദ വീതി വിൽ ബി 1.2 മീറ്റർ, അതായത് 120 സെന്റിമീറ്റർ നടുവിലെ കഷ്ണത്തിന് വീതി ഉണ്ടെങ്കിൽ. ആൻഡ് ദ ഉയരം ഈസ് 3.6 മീറ്റർ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഉയരം കിട്ടിക്കഴിഞ്ഞു, ഇനി ക്രോസ് സെക്ഷണൽ പോർട്ടന്റെ പിന്നെ ഏരിയ കണ്ടാൽ മതി. സോ ആ ഏരിയ വിൽ ബി ഫൗണ്ട് ഔട്ട് ബൈ ഹാഫ് ഇൻറ്റു പൈ ഇൻറ്റു ആർ സ്ക്വയർ. ആൻഡ് ഇവിടെ 1.2 ആണ് വീതിയെങ്കിൽ, ആവറേജ് വീതിയെങ്കിൽ അതിൻ്റെ റേഡിയസ് എത്രയായിരിക്കും, 0.6 അല്ലേ, 60 സെന്റിമീറ്റർ ആയിരിക്കും അതിൻ്റെ റേഡിയസ് വരിക. സോ ഹാഫ് ഇൻറ്റു പൈ ഇൻറ്റു 60 സെന്റിമീറ്റർ സ്ക്വയർ, അതർവൈസ് 0.6 സ്ക്വയർ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഇവിടുത്തെ ഈ സർക്കുലർ പോർഷന്റെ വോളിയം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ താഴ്ഭാഗത്തെ സെക്ഷനെ മേൽഭാഗത്തെ സെക്ഷനും പരിഗണിക്കുന്നതിന് പകരം നടുവിലത്തെ സെക്ഷൻ പരിഗണിച്ച് ഉയരം കൊണ്ട് അതിൻ്റെ ഏരിയ കണ്ട് ഉയരം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വോളിയം കിട്ടും. അപ്പോൾ നമ്മളിപ്പോൾ കണ്ട ഭാഗത്തിൻ്റെ കാൽക്കുലേഷൻസ് എഴുതാണ്. ഫസ്റ്റ് ഫൂട്ടിംഗ് ഹാഫ് ഇൻറ്റു പൈ ഇൻറ്റു ആർ സ്ക്വയർ, ലെങ്ത്തിനെയും ബ്രെഡത്തിനെയും കൂടെ കംപ്ലീറ്റ് ഒറ്റ ഒന്നാക്കി എഴുതി, സർക്കുലർ ആയതുകൊണ്ട്. അപ്പോൾ ലെങ്ത് ബ്രെഡത്ത് എന്ന് സർക്കിളിന് എഴുതാൻ പറ്റൂലല്ലോ. അപ്പോൾ അതിനെ നമ്മൾ ഒരു ഏരിയ ആക്കി എഴുതി, ഹാഫ് ഇൻറ്റു പൈ ഇൻറ്റു 0.9 സ്ക്വയർ, ഹാഫ് ഇൻറ്റു പൈ ഇൻറ്റു 0.85 സ്ക്വയർ, ഹാഫ് ഇൻറ്റു പൈ ഇൻറ്റു 0.8 സ്ക്വയർ. അപ്പോൾ ഇത് 3 ഫൂട്ടിങ്ങിൻ്റെയും ഏരിയാസ് ആയി. ഹാഫ് വരുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ഇറ്റ്സ് ബിക്കോസ് it is not a full circle, it is the half of a circle, it is a semicircle. So you are taking only the half of the full circle. അപ്പോൾ അതിൻ്റെ ഉയരങ്ങൾ 0.3 0.3 0.3 ആണെന്ന് അറിയാം. ആൻഡ് അതിൻ്റെ ക്വാണ്ടിറ്റി നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടും. ആൻഡ് അബോവ് ഫൂട്ടിംഗ് അപ് ടു ദ സ്പ്രിംഗിങ് ലെവൽ വരുന്നത് അതേപോലെ തന്നെ ഇവിടെ വീതി 0.6 ആണ് എടുത്തിട്ടുള്ളത്. ഈ 0.6 എന്ന് കിട്ടിയത് മേലെ 90 സെന്റിമീറ്ററും താഴെ 150 സെന്റിമീറ്ററും ആണ്. അതിൻ്റെ ആവറേജ് 120 സെന്റിമീറ്റർ ആണ്. അതിൻ്റെ പകുതിയാണ് റേഡിയസ് 60 സെന്റിമീറ്റർ. അങ്ങനെയാണ് നമുക്ക് 0.6 കിട്ടിയത്. ഇനി അതിൽ കൺഫ്യൂഷൻ ഉണ്ടാവാൻ പാടില്ല. ഇഫ് യു ഹാവ് ഡൗട്ട് യു ക്യാൻ ആസ്ക് മീ. ആൻഡ് വി ആർ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് പോയിന്റ്, ദാറ്റ് ഈസ് ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് വർക്കിൽ തന്നെ കട്ട് വാട്ടർ എൻഡ്. കട്ട് വാട്ടർ എൻഡ് എന്ന് പറഞ്ഞാൽ ഏതായിരുന്നു, പിയറിന്റെ മുൻഭാഗത്തുള്ള വെള്ളത്തിനെ ഇരുവശങ്ങളിലോട്ടും ഡൈവേർട്ട് ചെയ്യുന്ന ട്രയാങ്കുലർ പോർഷൻ ആയിരുന്നു കട്ട് വാട്ടർ എൻഡ്. അവിടെയും വരുന്നുണ്ട് ഫസ്റ്റ് ഫൂട്ടിംഗ്, അവിടെയും വരുന്നു സെക്കൻഡ് ഫൂട്ടിംഗ്, തേർഡ് ഫൂട്ടിംഗ് ആൻഡ് എബവ് ഫൂട്ടിംഗ് അപ് ടു ദ സ്പ്രിംഗിങ് ലെവൽ. 3 ട്രയാങ്കുലർ കഷ്ണങ്ങൾ ഇത് ഹലുവ കട്ട് ചെയ്തുപോലെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൈഡും ഈ സൈഡും ഈ സൈഡും 3 sides have got the same length. ഒരേ ലെങ്ത്തിലാണ് ഈ 3 സൈഡുകൾ ഉള്ളത്. ആൻഡ് അതിന്റെ ആംഗിൾ 60 ഡിഗ്രിയാണ്, 60 ഡിഗ്രിയാണ് അതിന്റെ ഇന്റേണൽ ആംഗിൾ വരിക. ഓക്കെ, അപ്പോൾ ഈക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ പ്രത്യേകതയാണ്
മൂന്ന് ആംഗിളുകളും തുല്യമായിരിക്കുമെന്നും ആ ആംഗിൾ 60 ഡിഗ്രിയാണെന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഫൂട്ടിംഗ് കാണാൻ നമുക്ക് എന്തറിയണം? ഇക്വിലേറ്ററൽ ട്രയാങ്കിൾ ആയതുകൊണ്ട് ഈ നീളം ഫസ്റ്റ് ഫൂട്ടിങ്ങിൻ്റെ എത്രയാണ്? 180 ആണ്. ഇത് 170 ആണ്. ഇത് 160 ആണ് അല്ലേ? അപ്പൊ ഈ നീളം 160 ആണെന്നുണ്ടെങ്കിൽ ഈ നീളം എന്താണ്? 160 ആണ്. ഈ നീളവും 160 ആണ്. അപ്പൊ ഇതിനെ ഈക്വലായിട്ട് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യാം. പക്ഷെ അതിനേക്കാളും സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു ട്രയാങ്കുലർ പീസിന്റെ ഏരിയ എങ്ങനെയാ കാണുക? ഹാഫ് ബി എച്ച് അല്ലെ? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ് എന്ത്? ഹാഫ് ബി എച്ച്. അപ്പൊ അത് നമ്മൾ സിമ്പിൾ ആയിട്ടൊന്ന് മാർക്ക് ചെയ്യാന്നാണെങ്കിൽ ഇതാണ് ഇവിടുത്തെ ബേസ്, ഇതാണ് ഇവിടുത്തെ ഹൈറ്റ്. അപ്പൊ ഇവിടെ ഈ ഹൈറ്റ് നമുക്ക് അറിയത്തില്ല, ഇല്ലല്ലോ. കാരണം ഇവിടുത്തെ ഈ ബേസിന്റെ നീളം നമുക്കറിയാം 160 ആണ്. ഈ നീളവും 160 ആണ്. ഏത്? ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ഈ നീളവും 160 ആണ്. ഈ ആംഗിൾ എത്ര ഉണ്ടാവും? ടോട്ടൽ ആംഗിൾ എത്രയാണ്? 60 ഡിഗ്രി. അപ്പൊ ഈ ഒരു ഹാഫ് ആംഗിൾ ഇറ്റ് ഈസ് 30 ഡിഗ്രി. ഓക്കെ. അപ്പൊ ഇനി നമുക്ക് കാണേണ്ടത് ഈ ഹൈറ്റ് ആണ്. ഈ ഹൈറ്റിന് നമുക്ക് 160 കോസ് തീറ്റ എന്ന് എഴുതാം. കാരണം ഈ നീളം 160 ആണ് ആൻഡ് ഇത് 30 ഡിഗ്രി ആംഗിൾ ആണ്. അപ്പൊ അതുകൊണ്ട് ഇതിനെ നമുക്ക് 160 കോസ് തീറ്റ എന്ന് എഴുതാം അല്ലേ? ഈ കോസ് തീറ്റ എന്ന് പറയുമ്പോൾ ഇവിടെ കോസ് 30 ആണ്. കോസ് 30യുടെ വാല്യൂ 0.866 എന്നുള്ളതാണ്. കോസ് 30യുടെ വാല്യൂ എന്താണ്? കോസ് 30യുടെ വാല്യൂ 0.866. അപ്പോൾ ഇത് നിങ്ങൾ ഇത് മനസ്സിലായില്ല എന്ന് വിചാരിക്കേണ്ട, നമുക്കത് മുന്നോട്ട് പോകുന്ന കാൽക്കുലേഷൻ അത് കാണും. അപ്പോൾ ഈ 3Dയിൽ ഞാൻ കാണിച്ചിട്ടാണ് 160 ബേസും 160 സൈഡും ഉള്ള ഒരു ട്രയാങ്കിളിന്റെ ഇവിടുത്തെ ആംഗിൾ 60 ഡിഗ്രി ആണെന്ന് നമുക്കറിയാം. 60 ഡിഗ്രി ആണെന്ന് നമുക്കറിയാം. അപ്പൊ അതിന്റെ പകുതി ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 ഡിഗ്രിയാണ്. അതിൽ കൂടെ ഞാൻ ഇങ്ങനെ ഒരു ആൾട്ടിറ്റ്യൂഡ് വരക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ഹൈറ്റ് വരക്കുകയാണ്. അപ്പൊ ഈ ഹൈറ്റിന്റെ നീളം കിട്ടാൻ ഈ 160 ഈ ആംഗിൾ 30 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ 160 കോസ് തീറ്റ എന്ന് എഴുതിയാൽ മതി. അപ്പൊ അതിന്റെ ഹൈറ്റ് കിട്ടും. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഈ ഹൈറ്റ് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ വലിയ ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ കോസ് തീറ്റ കോസ് 30യുടെ വാല്യൂ നമുക്ക് ആൾറെഡി അറിയാം, 0.866 എന്നാണ്. അപ്പോൾ 160 ഇൻറ്റു 0.866 എന്ന് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഈ ഹൈറ്റ് കിട്ടും. അപ്പോൾ അതിന് നമ്മൾ ഇനി കൂടുതൽ കാൽക്കുലേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് വേണ്ടിയിട്ടാണ് കോസ് 30യുടെ വാല്യൂ ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നത്. അപ്പോൾ നമുക്ക് അതിന്റെ ഡയമെൻഷൻസ് നമുക്ക് ഈ പ്ലാനിൽ നിന്ന് നോക്കാം. പ്ലാനിൽ കൊടുത്തിട്ടുണ്ട് വീതികൾ എത്ര? 180 ആണ്, 170 ആണ്, 160 ആണ്. അപ്പോൾ 3 വീതികളുണ്ട്, 3 ഫൗണ്ടേഷന്. അതിന്റെ ഉയരങ്ങൾ നമ്മൾക്കറിയാം 30 ആണ്, 30 ആണ്, 30 ആണ്. അപ്പോൾ ഇത് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയതുകൊണ്ട് തന്നെ ഇതിന്റെ സൈഡ്സിന്റെ നീളം ബേസിന്റെ നീളം ഒന്ന് തന്നെ ആയിരിക്കും എന്ന് നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റണം. ഇപ്പൊ ഇവിടെ ഏറ്റവും മുകളിൽ അതായത് 180 വീതി ഉണ്ടെങ്കിൽ 180 സൈഡുകളും ഉണ്ട്. 170 വീതി ഉണ്ടെങ്കിൽ 170 സൈഡുകളും ഉണ്ട്. 160 നീളം ഉണ്ടെങ്കിൽ 160 സൈഡുകളും ഉണ്ട് എന്ന് നമുക്ക് ഇതിന് അസ്യൂം ചെയ്തെടുക്കാൻ സാധിക്കണം. ആൻഡ് ഇതിന്റെ മുകളിലത്തെ പോർഷൻ ഉണ്ട്. ഏതാണത്? മുകളിലത്തെ ഈ ഒരു പോർഷൻ. ഇപ്പൊ ഈ ഡ്രോയിങ്ങിൽ ഇവിടെ ഒരു ലൈൻ പുറത്തോട്ടാണ് നിൽക്കുന്നത്, അത് മൈൻഡ് ചെയ്യേണ്ട. അപ്പൊ ഈ ട്രയാങ്കുലർ പോർഷനും കൂടി ഈ കട്ട് വാട്ടർ എൻഡിൽ വരുന്നുണ്ട്. അപ്പർ ട്രയാങ്കിളിന്റെ ഏരിയ കുറവും ലോവർ ട്രയാങ്കിളിന്റെ ഏരിയ കൂടുതലുമാണ്. അതെങ്ങനെ നമുക്ക് കാണാൻ പറ്റും? ഇവിടെ 90 സെന്റിമീറ്റർ ആണ് നീളം, ഇവിടെ 150 സെന്റിമീറ്റർ ആണ് നീളം. അപ്പൊ അതിന് നടുവിലോ അത് ഏകദേശം 120 സെന്റിമീറ്റർ ആയിരിക്കും. അപ്പൊ 120 സെന്റിമീറ്റർ ഇവിടെ നീളം ഉണ്ടെങ്കിൽ ഇങ്ങോട്ടുള്ള നീളം 120 ആണ്, ഇങ്ങോട്ടുള്ള നീളം 120 ആണ്. സോ വി ക്യാൻ ഫൈൻഡ് ദ ഏരിയ ഓഫ് ദാറ്റ് ട്രയാങ്കിൾ ആൾസോ ബൈ ഹാഫ് ബി എച്ച് അല്ലെ? അപ്പൊ നമുക്ക് ഇതിന്റെ ക്വാണ്ടിറ്റിയും കൂടെ എഴുതി നോക്കാം. അപ്പൊ അതിന്റെ ഡയമെൻഷൻസ് കിട്ടാൻ ചെയ്യേണ്ടത് 90, 150, അതിന്റെ ആവറേജ് 120. ഓക്കെ. ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് വർക്ക് ഇൻ 1:5 സിമെന്റ് മോർട്ടാർ ഫോർ ദ കട്ട് വാട്ടർ എൻഡ്. ഫസ്റ്റ് ഫൂട്ടിംഗ് ഹാഫ് ഇൻറ്റു 1.8 ഇൻറ്റു 0.866, അതായത് ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. ഈ ഹൈറ്റ് എന്ന് പറയുമ്പോൾ 1.8 ഇൻറ്റു 0.866. ഈ 0.866 എന്താണെന്ന് ഞാൻ പറഞ്ഞ ഇറ്റ് ഈസ് കോസ് 30. അപ്പോൾ അതിന്റെ ട്രയാങ്കിൾ വരച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ കോസ് തീറ്റ, അതായത് തീറ്റ 30 ഡിഗ്രി മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ
എങ്ങനെ 0.866 കിട്ടി എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. 1.8 ഇൻറ്റു 0.866 ആണ് അവിടുത്തെ ആൾട്ടിറ്റ്യൂഡ് അല്ലെങ്കിൽ ഹൈറ്റ് ആയിട്ട് വരിക. അവിടുത്തെ ബേസ് ആയിട്ട് വരിക ഏതാണ്? 1.8 ആണ്. അപ്പോൾ ഹാഫ് ബി എച്ച് വഴി അതിൻ്റെ ഏരിയ കാണാം. ഫസ്റ്റ് ഫൂട്ടിങ്ങിൻ്റെ ഏരിയ കണ്ടു, സെക്കൻഡ് ഫൂട്ടിങ്ങിൻ്റെ ഏരിയ കണ്ടു, തേർഡ് ഫൂട്ടിങ്ങിൻ്റെ ഏരിയ കണ്ടു. അപ്പോൾ അവിടെ ആകെ വ്യത്യാസമുള്ള എന്താണ്? ബേസിന്റെ നീളം മാറുന്നു എന്നുള്ളതാണ്. 1.8, 1.7, 1.6 ആൻഡ് അതേപോലെ തന്നെ അബവ് ഫൂട്ടിങ് അപ് ടു ദ സ്പ്രിങ്ങിങ് ലെവൽ അതിൻ്റെ ബേസ് 1.2 മീറ്റർ ആണ്. അതെങ്ങനെയാണ് നമുക്ക് കിട്ടിയത്? വി ആർ ടേക്കിംഗ് ദ ആവറേജ് ഓഫ് 90 ആൻഡ് 150. അപ്പോൾ അതിൻ്റെ ആവറേജ് കിട്ടുമ്പോൾ 1.2 ആണ് വരുന്നത്. ആൻഡ് അതിൻ്റെ ഹൈറ്റ്സ് 3 ഫൂട്ടിങ്ങിൻ്റെ ഹൈറ്റ് 30 സെൻറ്റിമീറ്ററും അതിൻ്റെ മുകളിൽ വരുന്ന കട്ട് വാട്ടർ എൻഡിൻ്റെ മുകളിൽ വരെയുള്ള അപ് ടു ദ സ്പ്രിങ്ങിങ് ലെവൽ ഹൈറ്റ് 3.6 മീറ്ററുമാണ്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ബി ഗെറ്റിംഗ് ദ ക്വാണ്ടിറ്റി. അത് മാത്രം പോരാ, വി ഹാവ് ടു സം അപ്പ് ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് ബ്രിക്ക് വർക്കിനെ നമ്മൾ സം അപ്പ് ചെയ്യണം. ആൻഡ് ഇറ്റ് ഈസ് ഒബ്റ്റെയിൻഡ് ആസ് 57.3 മീറ്റർ ക്യൂബ്. അപ്പോൾ ക്വസ്റ്റ്യനിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഈ ക്വസ്റ്റ്യനിൽ ചോദിക്കുകയാണ് ഫൈൻഡ് ദ ടോട്ടൽ എമൗണ്ട് ഓഫ് ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് ബ്രിക്ക് വർക്ക് റിക്വയർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മൈൻഡിൽ ഇത്രയും സാധനങ്ങൾ ഓടണം. ഓക്കെ, 15 മാർക്കിനൊക്കെ ചിലപ്പം ചോദിക്കാൻ സാധ്യതയുണ്ട്. ഫൈൻഡ് ദ ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് വർക്ക്. അപ്പോൾ ഇങ്ങനെ ഉണ്ട്, സെപ്പറേറ്റ് ഓരോന്ന് കാണണമെന്ന് ഒരു പക്ഷേ ക്വസ്റ്റ്യനിൽ പറയണമെന്നില്ല. പിയർ കണ്ടു കഴിഞ്ഞാൽ ഇത്രയും ഭാഗങ്ങൾ നമ്മൾ കാണാനുള്ളതാണെന്നും അവ എങ്ങനെയാണ് കണ്ടെത്തുക എന്നും നമുക്ക് ഓരോരുത്തർക്കും അറിയണം. ഞാൻ റിമാർക്സിൽ ഈ കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എവിടെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും മുന്നോട്ട് പഠിക്കുന്ന സമയത്ത് ആവശ്യം വരുന്ന പോയിന്റ്സിനെ റിമാർക്സിൽ നിങ്ങൾ എഴുതി വെക്കേണ്ടതാണ്. So moving on to the next quantity, cement concrete 1:2:4 at the upper ends of the pier. പിയറിന്റെ മുകൾ ഭാഗങ്ങളിൽ 1, 2, 4 അനുപാതത്തിൽ നമ്മൾ നിർമ്മിക്കുന്ന കോൺക്രീറ്റിന്റെ ഒരു ചെറിയ സ്ട്രക്ചർ ഉണ്ട്. അത് എവിടെയൊക്കെ വരുന്നുണ്ട്? ഈസ്റ്റ് വാട്ടർ എൻഡിന്റെ മുകളിലും വരുന്നുണ്ട്, കട്ട് വാട്ടർ എൻഡിന്റെ മുകളിലും വരുന്നുണ്ട്. അപ്പൊ ഇതാണ് ഈസ്റ്റ് വാട്ടർ എൻഡ് അല്ലേ? അപ്പൊ ഈസ്റ്റ് വാട്ടർ എൻഡിന്റെ മുകളിൽ ഈ ട്രപ്പീസിയം പോർഷന് പാരലൽ ഒരു സാധനം വരുന്നില്ല, ഇവിടെ കാലിയായി കിടക്കണം. അപ്പൊ അങ്ങനെ കിടന്നു കഴിഞ്ഞാൽ അതൊരു വേസ്റ്റ് അക്യുമുലേഷൻ ഏരിയ ആവും, അല്ലെങ്കിൽ ആളുകൾ കയറി നിൽക്കുന്ന ഏരിയ ആവും. ചില പാലത്തിന്റെ സൈഡിലൊക്കെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ആളുകൾ മീൻ പിടിക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു കഷ്ണം. റെയിൽവേ പാലത്തിന്റെ ഒക്കെ പിയറിൽ ഇങ്ങനെ വന്ന് നിൽക്കാൻ സാധ്യതയാണ്. അപ്പൊ അത് നമ്മൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, വേസ്റ്റ് അക്യുമുലേഷൻ ഒക്കെ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട്. ഇങ്ങനെ ഒരു കോൺക്രീറ്റ് വെച്ചിട്ട് ആ ഭാഗം അങ്ങോട്ട് ആളുകൾക്ക് നിൽക്കാൻ പറ്റാത്ത രീതിയിൽ, അല്ലെങ്കിൽ ഒരു കേർവ്ഡ് ആയിട്ട് വേസ്റ്റ് ഒന്നും അക്യുമുലേറ്റ് ചെയ്യാതെ അതിന്റെ മുകളിൽ എന്തെങ്കിലും വീണ് കഴിഞ്ഞാൽ താഴോട്ട് വീഴുന്ന രീതിയിൽ അതിനെ കൃത്യമായിട്ട് അങ്ങോട്ട് സെറ്റ് ചെയ്യും. അതേപോലെ കട്ട് വാട്ടർ എൻഡിന്റെ മുന്നിലും ഇങ്ങനെ ഒരു ട്രയാങ്കുലർ ആയിട്ടാണ് നമ്മൾ എൻഡ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ വെച്ചാൽ പോരാ, അത് ഒരു സ്ലോപ്ഡ് സർഫേസ് ആക്കി മാറ്റണം. അതിനുവേണ്ടി നമ്മൾ ഇങ്ങനെ ഒരു പിരമിഡൽ സ്ട്രക്ചർ ഉണ്ടാക്കി വെക്കും. അപ്പൊ ഈ പിരമിഡൽ സ്ട്രക്ചറിന്റെ ഹൈറ്റും അപ്പുറം കൊടുത്തിട്ടുള്ള സ്ഫെറിക്കൽ പാർട്ടിന്റെ ഹൈറ്റും ഒന്ന് തന്നെയാണ് കൊടുക്കുക. അപ്പോൾ ഈ സ്ഫെറിക്കൽ പാർട്ട് നമുക്ക് ആദ്യം നോക്കാം. ഈ ഇവിടെ കൊടുത്തിട്ടുള്ള ഈ ടോപ്പിന്റെ നമ്മളറിയാം ഈ സ്പ്രിങ്ങിങ് ലെവലിലുള്ള പിയറിന്റെ വീതി എത്രയാണ്? 90 സെന്റിമീറ്റർ ആണ് അല്ലെ? അപ്പൊ ഈ സ്ഫിയറിന്റെ ഡയമീറ്റർ, സ്ഫിയർ എന്ന് പറയുമ്പോൾ എന്താ? ഒരു ഗോളം. ആ ഗോളത്തിന്റെ 1/4 ഇവിടെ വരിക അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു ഗോളം ഉണ്ട്, ആ ഗോളത്തില് ഒരു ഫുൾ സ്ഫിയർ വേണ്ട ആവശ്യമില്ല. ഇവിടെ ഒരു കഷ്ണം, ഗോളം ഇങ്ങനെയാണ് വരുന്നത്. അതിന്റെ 1/4 പീസ് മാത്രമേ നമുക്ക് അവിടെ ആവശ്യമുള്ളൂ. അപ്പോൾ ഇതിന്റെ വോളിയം എങ്ങനെ കാണാൻ പറ്റും? ഒരു ഗോളത്തിന്റെ വോളിയം കണ്ടിട്ട് അതിന്റെ 1/4 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ആവശ്യമുള്ള ഈ സംഭവം കിട്ടി. അപ്പൊ ഇവിടുത്തെ വീതി എത്രയാണ്? വീതി 90 സെന്റിമീറ്റർ ആണ്. അപ്പൊ അവിടുത്തെ റേഡിയസോ, ഡയമീറ്ററിന്റെ പകുതി 45 സെന്റിമീറ്റർ. അപ്പൊ ഇവിടെ ഈ സ്ഫിയറിന്റെ വോളിയം കാണാനുള്ള ഇക്വേഷൻ എന്താണ്? 4/3 πr³. അപ്പൊ 4/3 പൈ ഇൻറ്റു റേഡിയസ് ക്യൂബ് എന്ന് പറയുമ്പോൾ റേഡിയസ് ഇവിടെ എത്രയാണ്? 45 സെന്റിമീറ്റർ ആണ്. 0.45 ക്യൂബ്. πr³ എന്ന് പറയുമ്പോൾ പൈ ഇൻറ്റു 0.45 ക്യൂബ്. അത്രയും വേണോ? അത്രയും വേണ്ട, അതിന്റെ 1/4 മതി. അപ്പൊ ഇൻറ്റു 1/4 കൂടെ ചെയ്യേണ്ടി വരും. ആൻഡ് ഇവിടെ ഇതിന്റെ ഹൈറ്റ് അപ്പ് എത്രയാണ് വരുന്നത്? 45 സെന്റിമീറ്റർ ആണ്. അതായത് ഇവിടുത്തെ റേഡിയസ് എത്രയാണോ ആ റേഡിയസ് തന്നെയാണ് ഇവിടുത്തെ ഹൈറ്റ് വരുന്നത്. ഇതാണ് നമ്മൾ കണ്ടിട്ടുള്ള ഈസ്റ്റ് വാട്ടർ എൻഡിലെ വരുന്ന കോൺക്രീറ്റിന്റെ സ്ട്രക്ചർ. അതേപോലെ കട്ട് വാട്ടർ എൻഡിലും വരുന്നുണ്ട്. ഇപ്പൊ നമ്മൾ അപ്പുറത്ത് കൊടുത്ത സ്ഫിറിക്കൽ പാർട്ടിന്റെ ആ ഗോളാകൃതിയിലുള്ള കഷ്ണത്തിന്റെ 4 ഹൈറ്റ് തന്നെയാണ് ഇവിടെയും
ഹൈറ്റ് ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അവിടെ 45 സെന്റിമീറ്റർ ആയിരുന്നു ഹൈറ്റ്. സോ ഇവിടെ നമ്മൾ 45 സെന്റിമീറ്റർ ആണ് ഇതിന്റെ ഹൈറ്റ് കൊടുക്കുന്നത്. അതിന്റെ വീതികൾ നമുക്കറിയാം 90 90 90 ആണ്. അപ്പോൾ ഏരിയ നമുക്ക് കിട്ടി. പിന്നെ ഹൈറ്റ് 45 സെന്റിമീറ്റർ ആണ്. പക്ഷെ അത് നേരിട്ട് അങ്ങനെ വോളിയം നമുക്ക് അതിൽ നിന്ന് കാണാൻ പറ്റില്ല. കാരണം എന്താ, ഇതൊരു പിരമിഡൽ സ്ട്രക്ചർ ആണ് അല്ലേ. അപ്പൊ പിരമിഡൽ സ്ട്രക്ചർ ഹൈറ്റ് കൊടുക്കുന്ന സമയത്ത് ഹൈറ്റിന്റെ 1/3 മാത്രമേ കൊടുക്കുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ബോട്ടം ക്രോസ് സെക്ഷൻ ഏരിയ അറിയാം. ഉയരം കൊടുക്കുമ്പോൾ ഈ ടോട്ടൽ ഉയരത്തിന്റെ 1/3 മാത്രമേ നമ്മൾ കൊടുക്കുള്ളൂ. അപ്പോഴാണ് നമുക്കൊരു പിരമിഡൽ സ്ട്രക്ചറിന്റെ വോളിയം കിട്ടുക. അപ്പൊ നമുക്ക് ഇതിന്റെ കാൽക്കുലേഷനിൽ എഴുതിയാലോ. അപ്പോൾ ആ ഫിഗറിൽ നമുക്കത് കൃത്യമായിട്ട് കൊടുത്തിട്ടില്ല കേട്ടോ അതിന്റെ ഡയമെൻഷൻസ്. അത് ഒരു അസംഷനിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നുള്ളതാണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ആ ക്വാണ്ടിറ്റി വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതങ്ങനെ മനസ്സിലാവും. ഈസ്റ്റ് വാട്ടർ എൻഡ് നമ്പർ 1ഉം കട്ട് വാട്ടർ എൻഡും 1 ആണ്. അപ്പൊ ഈസ്റ്റ് വാട്ടർ എൻഡ് ഒരു സ്ഫിയറിന്റെ 1/4 പറഞ്ഞു. സ്ഫിയറിന്റെ വോളിയം കാണാനുള്ള ഇക്വേഷൻ 4/3 ആൻഡ് പൈ ആർ ക്യൂബ് ആണ്. അപ്പോൾ അതിന്റെ 1/4 നമുക്ക് ആവശ്യമുള്ളൂ. സോ 1/4 ഇൻറ്റു 4/3 പൈ റേഡിയസ് ക്യൂബ്. ഇവിടെ റേഡിയസ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ വീതിയായിട്ടുള്ള 90ന്റെ പകുതിയാണ്, അതായത് 45ന്റെ ക്യൂബ്. അത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ വോളിയം കിട്ടും 0.094 മീറ്റർ ക്യൂബ് എന്നാണ് അതിന്റെ വോളിയം. ആൻഡ് കട്ട് വാട്ടർ എൻഡ് എന്താണ്, ഒരു പിരമിഡൽ സ്ട്രക്ചർ ആണ്. അപ്പൊ പിരമിഡൽ സ്ട്രക്ചറിന്റെ ഏരിയ എന്താണ്, ബേസ് ഏരിയ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ് അല്ലെ, അതായത് ആൾട്ടിറ്റ്യൂഡ് ആണ്. ഹാഫ് BH, ഹാഫ് കിട്ടി 0.9 ബേസ് ഉണ്ട്, 0.9 ഇൻറ്റു 0.866, അതായത് കോസ്റ്റീറ്റ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ആൾട്ടിറ്റ്യൂഡും കിട്ടി, ഹാഫ് BH ടോട്ടൽ ഏരിയ ആയി. പിന്നെ ഇപ്പുറത്ത് കള്ളിയിൽ അതിന്റെ ഉയരം കൊടുക്കുന്നുണ്ട്. ഉയരം എന്നുള്ളത് ഞാൻ പറഞ്ഞു, അപ്പുറത്തെ സ്ഫിയറിന് കൊടുത്ത അതേ ഉയരമാണ്. ആ ഉയരം എത്രയാണ്, 0.4 ഡിവൈഡ് ബൈ 2, അതായത് 45 സെന്റിമീറ്റർ ആണ്. ഇവിടുത്തെ റേഡിയസ് ആണ് ഇവിടുത്തെയും ഉയരം കൊടുത്തിട്ടുള്ളത്. പക്ഷേ പിരമിഡിന്റെ വോളിയം കാണാൻ ഹൈറ്റ് കൊടുക്കുന്ന സമയത്ത് അതിന്റെ എക്സാക്ട് ഹൈറ്റ് അല്ല, ഹൈറ്റിന്റെ 1/3 ആണ് കൊടുക്കുക. സോ ഹൈറ്റിന്റെ കള്ളിയിൽ ഇത് വേറെ, ഇത് കംപ്ലീറ്റ് 3 കള്ളിയും കൂടെ ഒന്നാക്കിയിട്ടുണ്ട് വോളിയത്തിന്. ഇവിടെ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്തിന് പകരം നമ്മൾ ഏരിയ കൊടുത്തു, ഹൈറ്റിന് പകരം 1/3 ഓഫ് exact height 0.9/2 ചെയ്തു. അപ്പോൾ നമുക്ക് we will be getting the quantity 0.052. അപ്പോൾ കൺഫ്യൂഷൻ ഉള്ളവർ മനസ്സിലാക്കുക, ഇത് ഏരിയ ആണ്, ഇത് ഹൈറ്റ് ആണ്. ഹൈറ്റ് കൊടുക്കുമ്പോൾ in order to find the volume of a pyramidal structure we will be only calculating the 1/3 height of the structure. പിരമിഡൽ സ്ട്രക്ചറിന്റെ വോളിയം കാണാൻ അതിന്റെ ഉയരത്തിന്റെ 1/3 മാത്രമാണ് ഉപയോഗിക്കുക. കാരണം നമ്മൾ ടോട്ടൽ ഉയരം കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും, ഒരു വലിയ സിലിണ്ടർ പോലെ അല്ലെങ്കിൽ ഒരു പ്രിസത്തിന്റെ വോളിയം പോലെ കിട്ടുകയാണ്. പക്ഷെ ഒരു പിരമിഡൽ ആയതുകൊണ്ട് മേലക്കൊരു അപ്പെക്സിലോട്ട് കൂർത്ത് നിൽക്കുകയാണ്. അപ്പൊ അതിന്റെ വോളിയം മുകളിലോട്ട് പോകുമ്പോൾ ക്രോസ് സെക്ഷൻ ഏരിയ കുറഞ്ഞു വരികയാണ്. അപ്പൊ അതിന്റെ വോളിയം കിട്ടാൻ 1/3 ഹൈറ്റ് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പൊ അതിന്റെ ടോട്ടൽ സമ്മപ്പ് ചെയ്ത് കഴിഞ്ഞാൽ 0.146 146 അല്ലെങ്കിൽ 0.146 m³ ഓഫ് കോൺക്രീറ്റ് ആണ് അതിനു വേണ്ടി വേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. നെക്സ്റ്റ് ക്വാണ്ടിറ്റി സിമെന്റ് പോയിന്റിങ് 1:2 ഇൻ എക്സ്പോസ്ഡ് സർഫേസ്. പുറത്ത് കാണുന്ന സർഫേസിൽ, എക്സ്പോസ്ഡ് ആയിട്ടുള്ള സർഫേസിൽ സിമെന്റ് പോയിന്റിങ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് യൂസ് ചെയ്യുന്ന മോർട്ടാർ 1:2 അനുപാതത്തിലുള്ളതാണ്. 3 ഭാഗങ്ങളാണ് അതിനും വരുന്നത്, പിയർ പാർട്ട്, ഈസ്റ്റ് വാട്ടർ എൻഡ്, കട്ട് വാട്ടർ എൻഡ്. ഈ 3 ഭാഗങ്ങളിലും നമുക്ക് പോയിന്റ് ചെയ്യുന്നതായിട്ട് കാണിക്കണം. അപ്പൊ അതിന് നമുക്ക് ഏതൊക്കെയാണ് ആ ഭാഗങ്ങൾ എന്ന് നോക്കാം. പിയർ പാർട്ട് ഇതാ ഇവിടെയാണ് വരിക. അപ്പൊ ഇവിടെയും പോയിന്റ് ചെയ്യണം, അപ്പുറത്തും പോയിന്റ് ചെയ്യണം. ഇത് വെള്ളത്തിന്റെ മുകളിൽ പോയിന്റ് ചെയ്യുന്നുള്ളൂ, ഫൂട്ടിംഗ് പോർഷനിൽ നമ്മൾ പോയിന്റ് ചെയ്യുന്നില്ല. ഇവിടെ ഈ ഈസ്റ്റ് വാട്ടർ എൻഡിന്റെ പുറം ഭാഗവും കട്ട് വാട്ടർ എൻഡിന്റെ പുറം ഭാഗവും, ഇത്രയാണ് നമ്മൾ പോയിന്റുകൾ ഉൾപ്പെടുത്തുന്നത്. അപ്പൊ ഈ ഭാഗം ഇതിന്റെ അപ്പുറം, ഈ ഭാഗം ഇതിന്റെ അപ്പുറം, ഈ സെമി സർക്കിളിന്റെ പുറം ഭാഗം. അപ്പൊ അതിന്റെ ഡയമെൻഷൻസ് നമുക്ക് ഇതിന് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. പിയറിന്റെ ഭാഗത്ത് എവിടെ വരിക, 8.3 നീളമുണ്ട് പുറം, ഇപ്പുറം 8.3 നീളം ഉണ്ടാവും. ഇപ്പൊ 2 പുറങ്ങളുണ്ട്, നീളം അറിയാം, ഉയരം എത്രയാണ് 3.6 മീറ്റർ. ചെറിയൊരു ഇൻക്ലിനേഷൻ ഉണ്ട്, പക്ഷെ നമ്മളത് മൈൻഡ് ചെയ്യുന്നില്ല. അപ്പൊ 8.3 നീളവും 3.6 ഉയരവുമുള്ള ഇവിടെ ഒരു വശമുണ്ട്,
ഇവിടെ ഒരു വശമുണ്ട്, രണ്ട് വശങ്ങളുണ്ട് പോയിന്റ് ചെയ്യാൻ പിയറിൽ അല്ലേ. ഇനി നമുക്ക് കാണാനുള്ളത് ഏതാണ്? ഈസ്റ്റ് വാട്ടർ എൻഡ്. ഈസ്റ്റ് വാട്ടർ എൻഡ് ഇങ്ങനെ സെമി സർക്കുലർ ആയിട്ടാണ് ഇവിടെ കാണുന്നത് അല്ലേ. അപ്പൊ ഈ സെമി സർക്കുലറിന്റെ പിന്നെ ഔട്ടർ പെരിമീറ്റർ എങ്ങനെയാ കാണുക? അപ്പോൾ ഒരു ഫുൾ സർക്കിളിന്റെ ഔട്ടർ പെരിമീറ്റർ കാണുന്നത് 2πr വെച്ചിട്ടാണ്. അപ്പോൾ ഒരു സെമി സർക്കിളിൻ്റെതോ πr, അതിന്റെ ഹാഫ് അല്ലേ. അപ്പൊ റേഡിയസ് നമുക്കറിയാം, റേഡിയസ് എത്രയാണ്? 1.5ന്റെയും 90ന്റെയും ആവറേജ് ഇറ്റ് ഈസ് ഇവിടെ വരുന്നത് 1.2 ആണ് ഇവിടുത്തെ ഡയമീറ്റർ വരിക. സോ അവിടുത്തെ റേഡിയസ് 0.6 ആണ് വരിക. അപ്പൊ പൈ ഇൻറ്റു 0.6 കൊടുത്തു കഴിഞ്ഞാൽ ഈ നടുവിലുള്ള സെക്ഷന്റെ ഔട്ടർ പെരിമീറ്റർ കിട്ടും. അതാണ് നമ്മൾ ഫുൾ സെക്ഷന്റെ ഔട്ടർ പെരിമീറ്റർ എന്ന് അസ്യൂം ചെയ്യും. അതിന്റെ ഉയരം നമുക്കറിയാം 3.6 മീറ്റർ. അപ്പോൾ ഉയരം കിട്ടി. ഔട്ടർ പെരിമീറ്റർ ഓഫ് ദ മിഡിൽ സെക്ഷൻ നമുക്ക് ഈ ഇവിടുന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഈസ്റ്റ് വാട്ടർ എൻഡിന്റെ പോയിന്റിങ് കാണാൻ പറ്റും. ഇതൊക്കെ വോളിയത്തിലല്ല കേട്ടോ, ഏരിയയിലാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഔട്ടർ പെരിമീറ്ററും അതിന്റെ ഉയരം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് m² ഒരു ക്വാണ്ടിറ്റി കിട്ടും. ആൻഡ് ഇവിടെ ട്രയാങ്കുലാർ പോർഷനിൽ ഏറ്റവും താഴെ 150 വീതിയിലുള്ളതാണ്, അത് ഏറ്റവും മുകളിൽ 90 വീതിയാണ്. സോ അതിന്റെ മിഡ് സെക്ഷൻ എന്ന് പറയുമ്പോൾ 120 വീതി വരിക, അതായത് 1.2 മീറ്റർ. 1.2 മീറ്ററിലെ ഇങ്ങനത്തെ ഒരു കഷ്ണവും ട്രയാങ്കിൾ അല്ലേ, ഇത് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആയതുകൊണ്ട് ഈ നീളവും രണ്ട് നീളങ്ങളും തുല്യം തന്നെ ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ ഉയരം 3.6 മീറ്റർ ആണ്, ഇപ്പുറത്തെ ഉയരം 3.6 മീറ്റർ ആണ്. അപ്പൊ അവിടെയും എന്തുണ്ട്? രണ്ട് കഷ്ണങ്ങളുണ്ട്. 1.2 മീറ്റർ നീളവും 3.6 മീറ്റർ ഉയരമുള്ള ഇവിടുത്തെ ഒരു കഷ്ണവും ഇപ്പുറത്തെ ഒരു കഷ്ണവും. അപ്പൊ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ കട്ട് വാട്ടർ എൻഡിന്റെ പോയിന്റിങ്ങും കിട്ടും. അപ്പോൾ എക്സ്പോസ്ഡ് സർഫേസിൽ മാത്രമാണ് പോയിന്റ് ചെയ്യുന്നത്, അതായത് അന്തരീക്ഷവുമായിട്ട് കോണ്ടാക്ട് വരുന്ന ഭാഗം മാത്രമാണ് നമ്മൾ പോയിന്റിങ് ചെയ്യുന്നുള്ളൂ. അപ്പൊ അതിന്റെ പിയർ പാർട്ട് രണ്ട് വശങ്ങളുണ്ട്. 8.3 ഉയരവും 8.3 നീളവും 3.6 ഉയരവും വരുന്ന ഇരുവശങ്ങളുണ്ട്. അപ്പൊ അതിന്റെ ക്വാണ്ടിറ്റി m² 59.6 m² പോയിന്റ് ചെയ്യാനുണ്ട്. ഈസ്റ്റ് വാട്ടർ എൻഡ് സെമി സർക്കിൾ ആണ്. അപ്പോൾ അവിടെ വരുന്നത് π ഇൻറ്റു πr ആണ്. 2πr പകരം πr ആണ്. π ഇൻറ്റു 0.6 ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ ലെങ്ത് കിട്ടും, ആ പെരിമീറ്ററിന്റെ ഔട്ടർ പെരിമീറ്റർ കിട്ടും. ആൻഡ് അതിന്റെ ഉയരം കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ക്വാണ്ടിറ്റി കിട്ടും. കട്ട് വാട്ടർ എൻഡ് 1.2 നീളമുള്ള സൈഡുകളുള്ള ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് മിഡ് സെക്ഷൻ ആയിട്ട്. അപ്പോൾ 1.2 നീളമുള്ള രണ്ട് കഷ്ണങ്ങൾ, അതിന്റെ ഉയരവും 3.6 മീറ്റർ ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? വി വിൽ ഗെറ്റ് ദ ക്വാണ്ടിറ്റി. ഓക്കെ, അപ്പോൾ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. പിന്നെ ഇപ്പോൾ ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് പിയർ കാണുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. സോ വി ആർ വൈൻഡിങ് അപ്പ് ദിസ് സെഷൻ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് വാട്സപ്പ് ചോദിക്കാം. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.